ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളുടെ ഒരു ജിയോഗ്രഫിയുടെ ഒരു SSC CGL പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻസിലേക്ക് സ്വാഗതം. നമ്മൾ ജിയോഗ്രഫിയുടെ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു കവറേജാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ നമ്മൾ ഇത് ചെയ്യാൻ പോവുകയാണ്. ക്വസ്റ്റ്യൻസ് ബേസിസിൽ നമ്മളൊന്ന് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓപ്ഷൻസിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യും, ഓപ്ഷൻസിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തിയറി ക്ലാസ്സുകൾ നിങ്ങൾ വളരെയധികം പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് കുറേയധികം തിയറി പോർഷൻ്റെ ഒരു ചർച്ചയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പകരം ക്വസ്റ്റ്യൻസിലൂടെ, അതായത് തുടർച്ചയായിട്ട് വന്ന് കണ്ടിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ മോഡലുകൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ഇയറിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോവുകയാണ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ജിയോഗ്രഫിയുടെ നമുക്കറിയാം, ഇന്ത്യൻ ജിയോഗ്രഫി കോൺസെൻട്രേറ്റഡ് ആയിരിക്കും ആദ്യത്തെ ക്ലാസ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതിൽ നിങ്ങൾക്കറിയാം ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അതിപ്പോൾ നമുക്ക് ഇന്ത്യൻ ജിയോഗ്രഫി നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം മൗണ്ടെയിൻസിൻ്റെ ഭാഗങ്ങൾ വരുന്നുണ്ട്, ലേക്സിൻ്റെ ഭാഗങ്ങൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഐലൻഡുകളുടെ ഭാഗങ്ങൾ വരുന്നുണ്ട് നമുക്ക് കുറേ അധികം അല്ലേ. അതുപോലെ തന്നെ മൗണ്ടെയിൻ പാസുകളുടെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കുറേ അധികം ഭാഗങ്ങളുണ്ട്. ഇത്തരം ഭാഗങ്ങളിലൂടെ റിവേഴ്സ് അല്ലേ, പ്രധാനപ്പെട്ട റിവറുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യുകയാണ്, ഒരു യാത്ര ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? അപ്പോൾ അധികം വൈകിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം റിവറുകളെ കുറിച്ച് സംബന്ധിക്കുന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ട്രിബ്യൂട്ടറി ഓഫ് ഗോദാവരി റിവർ എന്നതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എപ്പോഴും ചർച്ച തുടങ്ങുമ്പോൾ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് കീ വേർഡുകൾ എന്താണെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് വായിക്കണം അല്ലേ. കീ വേർഡുകൾ എന്ന് വെച്ചാൽ വളരെ വേഗത്തിൽ നമുക്ക് ഒരു തവണ നമുക്ക് എന്താണ് ഏറ്റവും പ്രിഷ്യസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, എക്സാമിൻ്റെ സമയത്ത് SSCയിലൊക്കെ ടൈമാണ് അല്ലേ, നിങ്ങൾക്കറിയാം ടൈമാണ്. അപ്പോൾ കറക്റ്റ് സമയത്തിനുള്ളിൽ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്ത് എത്തുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ 2 തവണ വായിക്കാനുള്ള ലക്ഷറി ഇല്ല. ഒരു തവണയേ വായിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആ ഒരു തവണ വായിക്കുമ്പോൾ നമ്മൾ ഈ കീ വേർഡുകൾ കൃത്യമായി മനസ്സിലാക്കി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് രണ്ടാമത് വായിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഇപ്പോൾ ഈ ചോദ്യം നോക്കൂ കൂട്ടുകാർ. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും കീ വേർഡുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒന്ന് റെഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്, റെഡ് കളറാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ പക്ഷേ ഒരു കീവേഡ് കൂടിയിട്ട് എന്താ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് തെറ്റിക്കും. നോട്ട് എ ട്രിബ്യൂട്ടറി ഓഫ് ഗോദാവരി. അപ്പോൾ ഗോദാവരിയെക്കുറിച്ചാണ് പറയുന്നത്, ട്രിബ്യൂട്ടറീസിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഈ താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് നോട്ട് എ, ഏതല്ല എന്നതാണ് ചോദ്യം. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഏതല്ല എന്നതാണ് ചോദ്യം. അപ്പോൾ നോക്കൂ, ഏതൊക്കെയാണ് തന്നിരിക്കുന്നത് ഓപ്ഷൻസ് എന്ന് നോക്കൂ നിങ്ങൾ. മാഹി, പ്രാൺഹിത, മഞ്ജുര, പൂർണ്ണ, ഇങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, തന്നിട്ടുള്ളത്. നമ്മൾ ക്ലാസ്സിലെ ഒരു സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരികയാണ്. നോക്കൂ, എന്തൊക്കെയാണ് ഗോദാവരിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് ദ ലോങ്ങസ്റ്റ് പെനിൻസുലാർ റിവർ അല്ലേ. നമുക്കറിയാം എവിടെയാണ്, വേറെ ഇടങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഗംഗയെ പോലെ, യമുനയെ പോലെ, അല്ലെങ്കിൽ എന്താ പറയുക ബ്രഹ്മപുത്രയെ പോലെ, സിന്ധു നദിയെ പോലെയൊക്കെയുള്ള വലിയ വലിയ നദികൾ നമുക്ക് ഹിമാലയൻ റിവേഴ്സ് ആയിട്ടുണ്ട്. പെനിൻസുലാർ റിവറുകളുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അവിടുത്തെ ലാർജസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് റിവറായിട്ട് നമുക്ക് ഗോദാവരിയെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. വൃദ്ധഗംഗ എന്ന പേരിൽ കൂടി, ഏത് പേരിലാണ്, വൃദ്ധഗംഗ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന ഒരു നദിയാണ് ഗോദാവരി എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. വൃദ്ധഗംഗ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന ഒരു നദിയാണ് എന്ന കാര്യവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി പ്രധാനമായിട്ടും എപ്പോഴും നമ്മൾ നദികളെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമാണ്, എവിടെ നിന്നാണ് ആ ഒരു നദിയുടെ ഒറിജിൻ എന്നത് പലപ്പോഴും ചോദ്യമായിട്ട് വരാറുള്ള ഭാഗമാണ്. അതിവിടെ നമുക്ക് കാണാം. എന്താണ്, ത്രിംബകേശ്വർ ഇൻ നാസിക് ഡിസ്ട്രിക്റ്റ്. നാസിക് ഡിസ്ട്രിക്റ്റ് എവിടെയാണ് കൂട്ടുകാരെ? അത് മഹാരാഷ്ട്രയിലാണ്. നാസിക് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ മഹാരാഷ്ട്ര ജില്ലയിലെ മഹാരാഷ്ട്ര സംസ്ഥാനത്തിലെ നാസിക് ജില്ലയിലുള്ള ത്രിംബകേശ്വറിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഗോദാവരിയുടെ ഒറിജിൻ എന്ന കാര്യം അപ്പോൾ നമ്മൾ മനസ്സിലാക്കി. ഇനിയാണ് നമ്മുടെ ചോദ്യം വരുന്നത്. എന്താണ്, നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഈ സ്ലൈഡിലൂടെ നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, ആരെല്ലാമാണ് ഈ ഗോദാവരിയെ സൃഷ്ടിക്കുന്ന ഗോദാവരിയുടെ കൈവഴികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? പൂർണ്ണ, പ്രാൺഹിത, ഇന്ദ്രാവതി, മഞ്ജിര, ശബരി എന്നിവയാണ് ഏത്, ഗോദാവരിയുടെ ട്രിബ്യൂട്ടറീസ് എന്ന് ചെയ്യുക കൂട്ടുകാർ വളരെ കൃത്യമായിട്ട് ആലോചിക്കുക. ഇനി ഈ ചോദ്യം നോക്കൂ കൂട്ടുകാർ, പൂർണ്ണ, പ്രാൺഹിത, ഇന്ദ്രാവതി, മഞ്ജിര, ശബരി
എന്നിവ പറയുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കണ്ടു? പ്രാണഹിത നമ്മൾ പറഞ്ഞു, മഞ്ജിര നമ്മൾ പറഞ്ഞു, പൂർണ്ണയും നമ്മൾ പറഞ്ഞിരുന്നു. ബാക്കിയുള്ളത് ആരാണ്? മാഹി. ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലേ, മാഹി എന്ന് പറയുന്നത് എന്താണ്? സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒഴുകുന്ന ഒരു നദിയാണ് എന്ന കാര്യം എന്ത് ചെയ്യേണ്ടതുണ്ട്? കൂട്ടുകാരല്ലാതെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. മാഹി നദി എന്ന് പറയുന്നത് നമുക്ക് വേറെ എന്താണ്? സെപ്പറേറ്റ് ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ മാഹി നദിയെക്കുറിച്ച്. അതെന്ത് ചെയ്യുക? കൂട്ടുകാർ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാഹി നദി അപ്പോൾ കൂട്ടുകാർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ ആണല്ലോ? സംശയങ്ങളില്ലല്ലോ? മാഹി നദിയുടെ കാര്യത്തിൽ വേറെ ഡൗട്ടുകളൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഉത്തരം എന്താണ്? ഇതിൽ ആരാണ് നോട്ട് എ ട്രിബ്യൂട്ടറി എന്ന് പറയുമ്പോൾ ആരായിട്ടാണ് വരുന്നത്? മാഹി ആണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന കാര്യം എന്ത് ചെയ്യുക? കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അതിൽ സംശയങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുകയാണ്. മാഹി നദിയെക്കുറിച്ച് ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. മധ്യപ്രദേശിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ട് എന്താണ്? ഗുജറാത്തിലേക്ക് അല്ലെ വെസ്റ്റേൺ ആ സൈഡിലേക്ക് ഒഴുകി പോകുന്നൊരു നദിയാണ് ഇത് മാഹി നദി. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? രാജസ്ഥാൻ, ഗുജറാത്ത് ഇവിടേക്ക് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പോകുന്നുണ്ട്. നമുക്കറിയാം അല്ലേ, അങ്ങനെ മുകളിലോട്ട് പോയിട്ട് താഴത്തേക്ക് വരുന്ന എന്താ പറയുക ഒരു റിവറാണ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക? അതിന് മാഹി നദിയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് പ്രധാനപ്പെട്ട നദികളെല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട്? കൂട്ടുകാർ മനസ്സിലാക്കേണ്ടതുണ്ട്. മാഹി നദിയുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താ? മാഹി നദിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് കൂട്ടുകാരെ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ പോകുമ്പോൾ അതിനെ 2 തവണ മുറിച്ച് കടക്കുന്ന നദിയാണ് ഏത്? മാഹി നദി അല്ലേ. ട്രോപ്പിക് ഓഫ് ക്യാൻസറിനെ 2 തവണ മുറിച്ച് കിടക്കുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അത് മാഹി നദിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇങ്ങനെ നദി നമ്മളിങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഗുജറാത്ത് കിടക്കുന്നുണ്ട്. ഏത് രീതിയിൽ? ഈ രീതിയിൽ താഴത്തേക്ക് ഗുജറാത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ മാഹി നദി. ഈ പോകുന്നതാണ് മാഹി നദി. ഈ ഡ്രോ ഇങ്ങനെ ഗുജറാത്ത് കിടക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഗുജറാത്ത് കിടക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ചുകൂടി എന്താ പറയുക ഒരു സൈഡിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഏതാണ്? ഇവിടെ രാജസ്ഥാനാണ്. ഇവിടെ ഗുജറാത്താണ്. ഇപ്പുറത്ത് കിടക്കുന്ന ഏതാണ്? മധ്യപ്രദേശാണ്. ഇങ്ങനെ ഈ 3 സംസ്ഥാനങ്ങളിലൂടെയാണ് ആരൊഴുകി പോകുന്നത്? മാഹി നദി. ഇങ്ങനെ ഒഴുകിപ്പോയിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടേക്ക് ഗുജറാത്ത് ഇങ്ങനെ പോകുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ അറേബ്യൻ സീയിലേക്ക് എന്താണ്? വന്ന് പതിക്കുകയാണ് ഈ മാഹി നദി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എന്ത് പോകുന്നുണ്ട്? ഇവിടെ എന്ത് പോകുന്നുണ്ട്? നമ്മളുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എവിടെ പോകുന്നുണ്ട്? ഇങ്ങനെയാണ് പോകുന്നത്. ഇതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് 2 ഡയറക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ച് കിടക്കുന്ന ഒരേ ഒരു നദി ഏതാണ് ഇന്ത്യയിൽ? അത് മാഹി നദിയാണ് എന്ന കാര്യം കൂട്ടുകാർ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മാഹി നദി ഈ രീതിയിലാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഗോദാവരിയുടെ പ്രത്യേകതകളും എന്ത് ചെയ്തിട്ടുണ്ട്? ചർച്ച ചെയ്തിട്ടുണ്ട്. ഗോദാവരിയുടെ മറ്റ് 2 കാര്യങ്ങളും കൂടി ഏതാണ്? പോലാവാരം പ്രൊജക്റ്റ് ഗോദാവരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നാഗ്പൂർ, ഔറംഗാബാദ്, നാസിക് എന്നീ പ്രധാന നഗരങ്ങൾ ഗോദാവരിയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് എന്ന കാര്യം കൂടി കൂട്ടുകാർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ നോർത്ത് സൗത്ത് കോറിഡോർ ലിങ്ക്സ് വിച്ച് ഓഫ് ദ 2 മേജർ സിറ്റീസ്? നമുക്കറിയാം ട്രാൻസ്പോർട്ടേഷൻ്റെ ഭാഗത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സ്റ്റാറ്റിക് GKയിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്. അപ്പോൾ നോർത്ത് സൗത്ത് കോറിഡോർ ഉണ്ട് അല്ലേ, ഈസ്റ്റേൺ അതുപോലെ തന്നെ എന്താ പറയുക വെസ്റ്റേൺ കോറിഡോറുകളുണ്ട്, അതുപോലെ തന്നെ ഭാരത് മാല പ്രൊജക്റ്റുകളുണ്ട്. ഈ രീതിയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട അതുപോലെ തന്നെ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ പ്രോഗ്രാം ഉണ്ട്. ഇത്തരം പ്രൊജക്റ്റുകളെക്കുറിച്ചൊക്കെ നമ്മൾ സ്റ്റാറ്റിക് GKയിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്ത് നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ചോദ്യം എന്താണ്? നോർത്ത് സൗത്ത് കോറിഡോർ ഏതെല്ലാം മേജർ സിറ്റികളെയാണ് കണക്ട് ചെയ്യുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻസ് നോക്കൂ. ലേയെ വിശാഖപട്ടണത്തിലേക്ക്, ലേയെ കന്യാകുമാരിയിലേക്ക്, ശ്രീനഗറിനെ വിശാഖപട്ടണത്തിലേക്ക്, ശ്രീനഗറിനെ കന്യാകുമാരിയിലേക്ക്. എങ്ങനെയാണ്? നമുക്ക് ആൻസർ അറിയാം അല്ലേ? വളരെ കൃത്യമായിട്ട് അറിയാം. ശ്രീനഗറിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് ലിങ്കാണ് ഏത്? നോർത്ത് സൗത്ത് കോറിഡോർ എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഈ നോർത്ത് സൗത്ത് കോറിഡോറിന് ഇപ്രാവശ്യം ചോദിച്ചത് അടുത്ത തവണ ചിലപ്പോൾ NH44 എന്ന് ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? NH44 എന്ന് ചോദിക്കാം. NH44 ഏതാണ്? അത് നോർത്ത് സൗത്ത് കോറിഡോർ തന്നെയാണ് എന്ന കാര്യം കൂട്ടുകാർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ ഉണ്ട് അല്ലേ. ഈസ്റ്റ് വെസ്റ്റ് കോറിഡോറിൻ്റെ ഏതാണ് ഹൈവേ എന്നറിയോ? അതിൻ്റെ പേരെത്രയാണെന്നറിയോ കൂട്ടുകാർക്ക്? അത് NH27 ആണ്. അത് ആസാമിനെ എവിടെയാണ്? ആസാമിനെ ഗുജറാത്തുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് ബന്ധിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആസാമിനെ ഗുജറാത്തുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ഇനി സിറ്റികളാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആസാമിലെ സിൽച്ചാർ വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. ആസാമിലെ സിൽച്ചാറിനെ ഗുജറാത്തിലെ പോർബന്ദറുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് NH27 അഥവാ ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ. അപ്പോൾ നോർത്ത് എന്താ പറയുക
സൗത്ത് കോറിഡോർ ഇങ്ങനെ വരുന്നു, ശ്രീനഗറിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് ഇന്ത്യയുടെ നടുവിലൂടെ. അതുപോലെ തന്നെ എന്താണ് വെസ്റ്റ് ഈസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ രീതിയിൽ പോകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതെവിടേക്കാണ്? ഇവിടെയാണ് ഇത് കിടക്കുന്നത്, ഈസ്റ്റേൺ ഡയറക്ഷൻ ഇവിടെ, വെസ്റ്റേൺ ഡയറക്ഷൻ ഇവിടെ കിടക്കുന്നു. ഇവിടുന്ന് പോർബന്ദർ ടു സിയാച്ചിൽ ഇവിടെ കവർ ചെയ്യുന്നു. ഇത് ശ്രീനഗർ ടു അതുപോലെ തന്നെ എവിടെയാണ് കന്യാകുമാരി, ഇവിടെയും എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു എന്ന കാര്യം ഓർക്കുക. ഈ ഒരു പോയിന്റ്, കൂട്ടിമുട്ടുന്ന പോയിന്റ് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഝാൻസിയാണ്. അത് എനിക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഞാനിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഝാൻസി തന്നെ അല്ലേ എന്ന് എന്ത് ചെയ്യുക, കൂട്ടുകാരൊന്ന് ആലോചിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങളൊന്ന് ഗൂഗിൾ എന്താ പറയുക ചെയ്ത് നോക്കിയാൽ മതി. നോർത്ത് സൗത്ത് കോറിഡോറും അതുപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് കോറിഡോറും എവിടെയാണ് മീറ്റ് ചെയ്യുന്നത് എന്ന കാര്യം എന്ത് ചെയ്യുക, കൂട്ടുകാരെന്ന് ആലോചിക്കുക. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഝാൻസിയിൽ തന്നെയാണ് അവർ മീറ്റ് ചെയ്യുന്നത്. ഝാൻസിയിൽ തന്നെയാണ് മീറ്റ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. തെറ്റാനുള്ള സാധ്യത കുറവാണ്, എന്നാലും ഒന്ന് നിങ്ങളൊന്ന് കൺഫേം ചെയ്യുക. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ ഈ ഭാഗത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇനി പറയേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണ്? വൈ ഡു മോസ്റ്റ് പാർട്സ് ഓഫ് ഇന്ത്യ റിസീവ് റെയിൻഫാൾ ഫ്രം ജൂൺ ടു സെപ്റ്റംബർ? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മോസ്റ്റ് ഓഫ് ദ ഭാഗത്ത് മഴ ലഭ്യമാകുന്നത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കൂ. ഡ്യൂ ടു സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്നതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഡ്യൂ ടു എക്സ്ട്രീംലി കോൾഡ് നൈറ്റ്സ് ഇൻ ദീസ് റീജിയൻ എന്നാണ് മറ്റൊരു ആൻസർ. ഡ്യൂ ടു ഹൈ പ്രഷർ ഇൻ ദീസ് മന്ത്സ് എന്നാണ് മറ്റൊരു ആൻസർ. ഡ്യൂ ടു നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്നാണ് മറ്റൊരു ആൻസർ. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അല്ലേ, സംശയമൊന്നുമില്ല. കാരണം എന്താ, ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് അല്ലേ. നമ്മളതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ എങ്ങനെ കിടക്കുന്നുണ്ട് അറിയാം. നമ്മൾ ഗ്ലോബൽ വിൻഡുകളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സൂര്യൻ ഇങ്ങനെ എന്താ പറയുക, സദേൺ സൈഡ് നോർത്തേൺ സൈഡിലേക്ക് ഉത്തരായനമൊക്കെ ആയിട്ട് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ജൂൺ സമയമാവുന്ന സമയത്ത് ഈ മുകളിൽ ഈ ഒരു ഭാഗത്ത് എന്തുണ്ടാകും, ഒരു ലോ പ്രഷർ വരും അല്ലേ. ഐ ടി സി സെറ്റിൻ്റെ ഒരു ഷിഫ്റ്റൊക്കെ നമ്മൾ പറഞ്ഞ ഓർമ്മയില്ലേ, ITC-Z ഷിഫ്റ്റ് വരുന്നു. അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ മുകളിൽ ടിബറ്റിൻ്റെ ആ ഭാഗത്തായിട്ട് ലോ പ്രഷർ വരികയാണ്. ലോ പ്രഷർ എന്ത് ചെയ്യുന്നു, ഭൂമധ്യരേഖ കടന്നിട്ട് ട്രേഡ് വിൻഡുകൾ എന്ത് ചെയ്യുകയാണ്, ഇങ്ങോട്ട് കടന്നു വരികയാണ് അല്ലേ. അപ്പോൾ ട്രേഡ് വിൻഡുകൾ ഈ ലോ പ്രഷർ ഏരിയയിലേക്ക് എന്താണ്, ആ ഭാഗം ഫില്ല് ചെയ്യാൻ കാറ്റ് ഇങ്ങോട്ട് എന്താണ്, ഇങ്ങനെ പുള്ള് ചെയ്യപ്പെടുകയാണ്, വലിക്കപ്പെടുകയാണ്. ഇങ്ങനെ കാറ്റുകൾ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുകയാണ്, ഇവിടെ എന്താണ്, അറേബ്യൻ സീ ഉണ്ട് അല്ലേ. ഈ വരുന്ന കാറ്റുകൾ ഈ അറേബ്യൻ സീയിലെ വെള്ളം എന്ത് ചെയ്യുകയാണ്, അതിനോടൊപ്പം എടുക്കുകയാണ്, മോയിസ്റ്റായി മാറുകയാണ്. ആ എന്താ പറയുക, മോയിസ്റ്റ് ആയിട്ടുള്ള ആ കാറ്റാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ മെയിൻ ലാൻഡിലേക്ക് കയറുന്നതും ഇന്ത്യൻ മെയിൻ ലാൻഡിലാകെ നല്ല രീതിയിലുള്ള മഴ കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ. നമ്മൾ വിൻഡുകളെ കുറിച്ച് പഠിക്കുമ്പോൾ എപ്പോഴും പറയും അല്ലേ, വിൻഡിൻ്റെ പേരെന്താണ്, വിൻഡ് എവിടെ നിന്ന് വീശുന്നുവോ അതാണ് വിൻഡിൻ്റെ പേര്. സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ നിന്ന് വീശുന്ന വിൻഡിന് സൗത്ത് വെസ്റ്റ് എന്നാണ് പേരുണ്ടാവുക. ഈസ്റ്റേർലീസ് എന്ന് നമ്മൾ വിളിക്കുന്ന കാറ്റുകളുണ്ട് അല്ലേ. ഈസ്റ്റേർലീസ് എന്തുകൊണ്ടാണ് വിളിക്കുന്നത്, അത് ഈസ്റ്റിൽ നിന്നാണ് വീശുന്നത്, ഈസ്റ്റേൺ ഡയറക്ഷനിൽ നിന്നാണത് വരുന്നത്. എവിടെ നിന്ന് വരുന്നോ അതല്ലേ നമ്മുടെ അഡ്രസ്സ്. നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ വരുന്നു അല്ലേ, വീടല്ലേ നമ്മുടെ അഡ്രസ്സ്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് വരുന്നോ അത് നമ്മുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞ പോലെ തന്നെ കാറ്റും എവിടെ നിന്നാണോ വരുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണോ അത് വീശുന്നത് ആ പേരാണ് ആ കാറ്റിന് കൊടുക്കുക. അപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് വെസ്റ്റിൽ നിന്നും വീശുന്ന മൺസൂൺ. മനസ്സിലായല്ലോ, കൃത്യമായിട്ടും ആലോചിക്കുക. അപ്പോൾ ഇതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സൗത്ത് വെസ്റ്റ് മൺസൂൺ ഈ രീതിയിൽ ശക്തമായിട്ടുള്ള നല്ല രീതിയിലുള്ള മഴ നമുക്ക് ലഭ്യമാകുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് വരാറുണ്ട്, നോർത്ത് ഈസ്റ്റ് മൺസൂൺ വരാറുണ്ട്. പക്ഷേ നോർത്ത് ഈസ്റ്റ് മൺസൂൺ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഇവിടുന്ന് വരും. അപ്പം കുറച്ച് എന്താ പറയുക, കുറച്ച് മോയ്സ്ചർ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അതിന് ഇവിടുന്ന് എടുക്കാൻ പറ്റുള്ളൂ. വളരെ കുറച്ച് സമയത്തേക്ക് കുറച്ച് മോയ്സ്ചറേ കിട്ടുന്നുള്ളൂ. ഇപ്പുറത്തെ വശത്തേക്ക് എന്താ എത്തുകയും ചെയ്യുന്നില്ല അല്ലേ. അതുകൊണ്ടാണ് ഈസ്റ്റേൺ ഭാഗത്തും തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളിലുമാണ് എന്ത് ചെയ്യുന്നത്, അടിസ്ഥാനപരമായിട്ട് ഈ മഴ കുറേയൊക്കെ ലഭിക്കുന്നത് അല്ലേ. സൗത്ത് വെസ്റ്റ് ആണെങ്കിലോ ധാരാളമായിട്ടുള്ള ഇതിൽ മോയ്സ്ചർ എന്താണ് കണ്ടൻറ്റ് കിട്ടിക്കൊണ്ടാണ് അത് കടലിലൂടെ വരുന്നത്. ഈ ഭാഗങ്ങളിൽ മുഴുവനായിട്ട് എന്താണ് ആ മഴ എത്തിക്കാനായിട്ട് സാധിക്കും. ഇപ്പുറത്ത് ആരാവല്ലിയുടെ ഇപ്പുറത്തേക്കുള്ള ഭാഗങ്ങളിലേക്ക് കിട്ടുന്നില്ല. ഡൽഹിയുടെ എന്താ പറയുക ആ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും എന്താണ് കുറച്ച് കുറയുന്നുണ്ട്. ബാക്കി മെജോറിറ്റി ഓഫ് ദ എന്താ പറയുക ഇന്ത്യൻ മെയിൻ ലാൻഡിലേക്ക് മഴ എത്തിക്കുന്നത് ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ തന്നെയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ കൂട്ടുകാർക്ക് അറിയാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. എന്താണ്, ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഓഫ് ഇന്ത്യ ഈസ്. ഒരുപാട് തവണയായിട്ട് എന്താണ് റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. അത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു. വൂളാർ ലേക്കാണ്. ഏതാണ്, വൂളാർ ലേക്കാണ്. ഈ കുറേ ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ ആദ്യം തന്നെ ഇങ്ങോട്ട് എന്താ പറയുക ആൻസർ പറഞ്ഞു പോയി. ഏതാണ്, വൂളാർ ലേക്കാണ്. വൂളാർ ലേക്കാണ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഓഫ് ഇന്ത്യ. അതായത് വൂളാർ ലേക്ക് അടിസ്ഥാനപരമായിട്ട് എവിടെയാണ് നിങ്ങൾക്ക് അറിയാം അല്ലേ, എവിടെയാണ്, JNKയിലാണ്, ജമ്മു ആൻഡ് കാശ്മീരിലാണ് വൂളാർ ലേക്ക് കിടക്കുന്നത്. ഈ വൂളാർ ലേക്ക് ഒരു
നമ്മളുടെ റാംസാർ കൺവെൻഷൻ അറിയാലോ, റാംസാർ കൺവെൻഷനിലുള്ളതാണ്. അത് ഇവരെല്ലാവരും ഉള്ളതാണ്. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ലേക്കുകളും ഈ ഓപ്ഷനിൽ എല്ലാവരും റാംസാർ കൺവെൻഷനിലുള്ളതാണ്. 1990 വൂളാർ ലേക്ക് റാംസാർ കൺവെൻഷൻ്റെ ഭാഗമായിട്ട് ആഡ് ചെയ്യപ്പെട്ടത്. വൂളാർ ലേക്ക് ഏഷ്യയിലെ തന്നെ എന്താണ് സെക്കൻഡ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്കാണ്. ഇന്ത്യയിലെ ഫസ്റ്റും ഏഷ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്കാണ് എന്ന് കരുതി ചെയ്യുക. കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു ചോദ്യം പലപ്പോഴും എന്ത് ചോദിക്കാറുണ്ട്, ഈ വൂളാർ ലേക്കിലേക്ക് പ്രധാനമായിട്ടും, അതായത് വൂളാർ ലേക്കിലേക്ക് എങ്ങനെയാണ് വെള്ളം എത്തുന്നത്, ഫ്രഷ് വാട്ടർ എങ്ങനെ എത്തുന്നത്, ഒരു നദിയിലൂടെയാണ് അല്ലേ, റിവേഴ്സാണ് ഫ്രഷ് വാട്ടർ എത്തിക്കുന്നത് അല്ലേ. ഏത് നദിയാണ് എന്ന് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അത് വളരെ കൃത്യമായിട്ട് കൂട്ടുകാർ ഓർത്ത് വെക്കുക. ഝേലം നദിയാണത്. ഏതാണ്? ഝേലം നദിയാണ് വൂളാർ ലേക്കിലേക്ക് എന്ത് ചെയ്യുന്നത്, ഒഴുകി വരുന്നത് എന്ന കാര്യം കൂട്ടുകാർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ, പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുകയാണ്. ബാക്കിയുള്ള ലേക്കുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂട്ടുകാർക്ക് അറിയാം ഓൾറെഡി എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഇല്ലാത്ത ഒരു ലേക്കിൻ്റെ കാര്യം ഞാൻ ആദ്യം പറയാം. ഏതാണ്? പുലിക്കാട്ട് ലേക്ക് ഉണ്ട് അല്ലേ. പുലിക്കാട്ട് ലേക്ക് എവിടെയായിട്ടാണുള്ളത്? തമിഴ്നാട് ആന്ധ്ര ബോർഡറിലാണ് അല്ലേ. തമിഴ്നാട് ആന്ധ്ര ബോർഡറിലാണ് ഇത് കിടക്കുന്നത്, പുലിക്കാട്ട് ലേക്ക് കിടക്കുന്നത് എന്ന കാര്യം ആലോചിക്കുക. അതുപോലെ തന്നെ കൊല്ലേരു ലേക്ക് ഉണ്ട് അല്ലേ. ഏതാണ്? കൊല്ലേരു ലേക്ക് ഉണ്ട്. കൊല്ലേരു ലേക്ക് എവിടെയാണ്? കൊല്ലേരു ലേക്ക് കിടക്കുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. കൊല്ലേരു ലേക്ക് കിടക്കുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് കൊല്ലേരു ലേക്ക് കിടക്കുന്നത്. ഇനി ചില്ലിക ലേക്ക് എവിടെയാണ് കിടക്കുന്നത് പറയൂ നിങ്ങൾ? ചില്ലിക ലേക്ക് എവിടെയാണ് കിടക്കുന്നത്? ചില്ലിക ലേക്ക് കിടക്കുന്നത് എവിടെയാണ്? അത് ഒഡീഷയിലാണ്. ചില്ലിക ലേക്ക് കിടക്കുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. ഈ ചില്ലിക ലേക്കിലേക്ക് വന്നിറങ്ങുന്ന നദിയുടെ പേരറിയോ കൂട്ടുകാർക്ക്? അത് ദയാ റിവറാണ്. ഏതാണ്? ദയാ റിവറാണ് ചില്ലിക ലേക്കിലേക്ക് വന്നിറങ്ങുന്ന നദി. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഓക്കെ ആണല്ലോ, സംശയങ്ങളൊന്നുമില്ലല്ലോ, കൃത്യമാണ് എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് പോകാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇതുമായി ഞാനിനി ലേക്സിൻ്റെ കുറേ അധികം ഭാഗങ്ങളിലേക്ക് കിടക്കുന്നില്ല. പിന്നീട് അങ്ങോട്ട് വരുന്ന ചോദ്യങ്ങളിലേക്ക് എഗെയിൻ ഈ ഒരു ഭാഗം വരികയാണ്, ലേക്സിനെ കുറിച്ച് വരികയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഭാഗത്ത് നമുക്ക് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ആലോചിക്കുക. ഇനി അടുത്ത ചോദ്യം, വിച്ച് വാട്ടർ ബോഡി സെപ്പറേറ്റ്സ് ആൻഡമാൻ ഇൻ ദ നോർത്ത് ആൻഡ് നിക്കോബാർ ഇൻ ദ സൗത്ത്? നോക്കൂ എന്തൊക്കെയാണ് ഓപ്ഷൻസ്. 10 ഡിഗ്രി ചാനൽ, 8 ഡിഗ്രി ചാനൽ, 11 ഡിഗ്രി ചാനൽ, 9 ഡിഗ്രി ചാനൽ. അപ്പം നമ്മൾ പലതവണ നമ്മളുടെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പല തവണ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ലൈവ് ക്ലാസ്സുകളിൽ വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ പിന്നെ എങ്ങാനും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോജിക്കലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആലോചിക്കണം. നമുക്ക് 2 പ്രധാനപ്പെട്ട ഇതുപോലത്തെ ഡിഗ്രി ചാനലുകൾ 2 ഉള്ളത് എവിടെയാണ്? ഒന്ന് ഇങ്ങനെ ലക്ഷദ്വീപ് ഐലൻഡുകൾ കിടക്കുന്നുണ്ട് അല്ലേ. ലക്ഷദ്വീപ് ഐലൻഡിൽ എന്താണ്, ഏറ്റവും അവസാനത്തെ ഐലൻഡിനെയും ബാക്കിയുള്ള മെയിൻ ഐലൻഡുകളെയും മുറിക്കുന്ന ഒരു വരയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്ത് കിടക്കുന്നുണ്ട്, പിന്നീട് മാൽദീവ്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷദ്വീപിനെയും മാൽദീവ്സിനെയും മുറിക്കുന്ന മറ്റൊരു ഡിഗ്രി ചാനലുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇവിടെ ഇന്ത്യ കിടക്കുന്നുണ്ട്. ഇവിടെ എന്ത് കിടക്കുന്നുണ്ട്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡുകൾ കിടക്കുന്നുണ്ട് അല്ലെ. ആൻഡമാനും നിക്കോബാറും കിടക്കുന്നുണ്ട്. ഈ ആൻഡമാൻ ഐലൻഡുകളെയും നിക്കോബാർ ഐലൻഡുകളെയും മുറിക്കുന്ന മറ്റൊരു ഡിഗ്രി ചാനലുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്തറിയാം, ഇന്ത്യയുടെ മൊത്തത്തിൽ 3 പ്രധാനപ്പെട്ട ഡിഗ്രി ചാനലുകളിൽ ഇന്ത്യയിൽ ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ഡിഗ്രി ചാനലുകളാണുള്ളത് അല്ലേ. അതിലെ ഏറ്റവും മുകളിലുള്ള ആളാണ് ആൻഡമാൻ്റെയും നിക്കോബാറിൻ്റെ ഇടയിലുള്ള ആൾ എന്നൊരു ലോജിക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് 2 കളയാം, 8ഉം അല്ല, അതുപോലെ തന്നെ ഏതാണ് 9ഉം അല്ല എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ ഊഹിക്കണം. പിന്നെ 10ഉം 11ഉം ആണുള്ളത്. അതിലേതാണ് എന്നതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, അറിയേണ്ടത്. 11 വരെ നമ്മൾ പോവാറില്ല എന്നും 10 ഡിഗ്രി ചാനലാണത് എന്നും എന്ത് ചെയ്യുക, കൂട്ടുകാർ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ മുകളിലുള്ള ആൻഡമാനെയും താഴെയുള്ള നിക്കോബാർ ദ്വീപുകളെയും ഇടയിൽ വിഭജിക്കുന്ന ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത് ഏതാണ്? അത് 10 ഡിഗ്രി ചാനലാണ്. അതേതാണ്? അത് 10 ഡിഗ്രി ചാനലാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഏതാണ് നമ്മളുടെ മാൽദീവ്സിനെയും ലക്ഷദ്വീപ് ഐലൻഡുകളെയും വേർതിരിക്കുന്ന ഈ ചാനൽ ഏതാണ്? അത് 8 ഡിഗ്രി ചാനലാണ് അല്ലേ. അതിനുശേഷം നമുക്ക് മാൽദീവ്സ് കഴിഞ്ഞ് മുകളിലോട്ട് മാൽദീവിയൻ ഐലൻഡുകൾ ഇവിടെ ഉണ്ടല്ലോ. നമ്മൾ ഈ അടുത്തായിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഐലൻഡ് നേഷനാണ്, അവിടുത്തെ ഭരണം മാറിയപ്പോൾ. അതുകൊണ്ട് മാൽദീവ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാൽദീവ്സ് കഴിഞ്ഞ് പിന്നെ ആദ്യം ലക്ഷദ്വീപിൻ്റെ ഏത് ഐലൻഡാണ് ആദ്യം വരുന്നത്? ഈ കാണുന്ന ഐലൻഡ് ഏതറിയോ നിങ്ങൾക്ക്? അത് മിനിക്കോയാണ്. ഏതാണ്? മിനിക്കോയ് ഐലൻഡാണ് ഏത്? ഈ കാണുന്ന ഐലൻഡ്. മനസ്സിലാവുന്നുണ്ടോ?
മിനിക്കോയ് ഐലൻഡിനെയും മാൽദീവ്സിനെയും വേർതിരിക്കുന്ന ചാനൽ ഏത് എന്നും ചോദിക്കാം. അല്ലെങ്കിൽ ലക്ഷദ്വീപ് ഐലൻഡിനെയും മാൽദീവ്സിനെയും വേർതിരിക്കുന്ന ചാനൽ ഏതെന്ന് ചോദിക്കാം. രണ്ടായാലും ഏതാണ്? 8 ഡിഗ്രി ചാനലാണ്. കാരണം മിനിക്കോയ് ലക്ഷദ്വീപ് ഐലൻഡുകളുടെ ഭാഗമാണ്. ഇനി മിനിക്കോയ് ഐലൻഡിനെയും ബാക്കിയുള്ള ലക്ഷദ്വീപ് ഐലൻഡുകളെയും, ഇതാണ് ബാക്കി ലക്ഷദ്വീപ് ഐലൻഡുകൾ, അതിനെ രണ്ടിനെയും വേർതിരിക്കുന്ന ചാനൽ ഏത് ചോദിച്ചു കഴിഞ്ഞാൽ അത് 9 ഡിഗ്രി ചാനലാണ്. അതിന് മുകളിൽ ഇവിടെ ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്ന ചാനൽ ഏത് ചോദിച്ചു കഴിഞ്ഞാൽ അത് 10 ഡിഗ്രി ചാനലുമാണ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അപ്പോൾ 8 ഡിഗ്രി, 9 ഡിഗ്രി, 10 ഡിഗ്രി എന്നിങ്ങനെ ചാനലുകൾ ഏതെല്ലാമാണ് എന്നും അവ എന്താണ്, ഏതിനെയെല്ലാമാണ് വിഭജിക്കുന്നത് എന്ന കാര്യവും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇതെന്തിനെക്കുറിച്ചാണ്? ക്രോപ്പിനെ കുറിച്ചാണ് ചോദ്യം അല്ലേ. വിച്ച് ക്രോപ്പ് ഈസ് ഗ്രോൺ ഡ്യൂറിങ് സെയ്ദ് സീസൺ അല്ലേ. വളരെ എളുപ്പത്തിലുള്ളൊരു ചോദ്യമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എങ്ങാനും നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മറ്റേ 2 ആളുകളെക്കുറിച്ചാണ് എന്നുണ്ടെങ്കിൽ, ഏത് നമ്മളെ ചോദിച്ചിട്ട് റാബി അല്ലെങ്കിൽ ഖാരിഫ് സീസണെ കുറിച്ചാണെങ്കിൽ നമ്മളൊന്ന് കുരുങ്ങിയേനെ. പക്ഷേ സെയ്ദിൻ്റെ സമയത്ത് ഏതാണ് എന്ന് നമുക്കൊരു ഊഹമുണ്ട് അല്ലേ. ഏതായിരിക്കും ഈ തന്നിട്ടുള്ള കൂട്ടുകാരെ സെയ്ദ് സീസണിലുള്ളത്? നമുക്കറിയാം സെയ്ദ് സീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് എന്താണ്? വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും കാലഘട്ടമാണ് അല്ലേ. വെജിറ്റബിൾസും ഫ്രൂട്ട്സും എന്താണ്? കൃഷി ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇതിലേതായിരിക്കും നമ്മുടെ ആൻസർ? സ്വാഭാവികമായിട്ടും കുക്കുംബർ ആയിരിക്കും ആൻസർ അല്ലേ. ബാക്കിയുള്ള 2 സീസണുകളുടെ സമയത്തും നോക്കൂ, റാബിയുടെ സമയത്തും ഖാരിഫിൻ്റെ സമയത്തും ഒക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? നോക്കൂ, വീറ്റ്, ബാർലി, പീസ്, അതുപോലത്തെ ഗ്രാം, മസ്റ്റാർഡ് ഇവയൊക്കെയാണ് റാബി സീസണിൽ. ഖാരിഫ് സീസണിൽ നോക്കൂ നിങ്ങൾ, പാഡി, മെയ്സ്, ജോവർ, ബാജ്ര, അർഹർ, മൂങ് ദാൽ, ഉർദ്, കോട്ടൺ, ജൂട്ട്, ഗ്രൗണ്ട് നട്ട്, സോയാബീൻ ഇവയൊക്കെയാണ് ഖാരിഫിൻ്റെ സമയത്ത് അല്ലേ. അപ്പോൾ ഈ 2 സമയത്ത് ഇങ്ങനെ കഴിഞ്ഞിട്ട് സെയ്ദ് നോക്കൂ നിങ്ങൾ, എന്താണ് എന്നുള്ളത്? വാട്ടർ മെലൺ, മസ്ക് മെലൺ, കുക്കുംബർ, വെജിറ്റബിൾസ്, ഫോഡർ ക്രോപ്സ്, ഷുഗർ കെയിൻ. അപ്പോൾ ഈ രീതിയിൽ എങ്ങനെയാണ്? ഈ രീതിയിൽ ഏതാണ്ട് 1 വർഷമെടുത്ത് വളരുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും റിലേറ്റഡ് ആയിട്ടും മറ്റുമൊക്കെയുള്ള കുറച്ചധികം എന്താ പറയുക വിളകൾ നമുക്ക് ഇവിടെ എന്താണ് സെയ്ദ് സീസണിൽ കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യും? കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ബാക്കി ഇതൊക്കെ നോക്കൂ, നമ്മളുടെ പ്രധാനപ്പെട്ട നാണ്യ ഭക്ഷ്യ വിളകളൊക്കെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് വരുന്നത്. അതിൽ തന്നെ റാബിയിൽ എന്താണ്? വെള്ളം കുറച്ച് എന്താ പറയുക കുറച്ചധികം വേണ്ടാത്ത, അതായത് ഇവിടെ നോക്കൂ വാട്ടർ സപ്ലൈ എങ്ങനെയാണ് നോക്കൂ. ഇവയ്ക്ക് റാബി സീസണിലുള്ള വാട്ടർ സപ്ലൈ എങ്ങനെയാണ്? റെയിൻസ് ഡ്യൂ ടു വെസ്റ്റേൺ ടെമ്പറേറ്റ് സൈക്ലോൺസ്. നമ്മളുടെ മുകളിൽ നോർത്തേൺ, അതായത് ഇന്ത്യയുടെ പുറമേയുള്ള വെസ്റ്റേൺ ടെമ്പറേറ്റ് സൈക്ലോണുകൾ, ടെമ്പറേറ്റ് റീജിയനിലെ സൈക്ലോണുകൾ, ആ സൈക്ലോണുകൾ കാരണം കിട്ടുന്ന ഒരു എമൗണ്ട് ഓഫ് മഴയെ ആവശ്യമുള്ളൂ. വീറ്റിന് അത്ര അധികം എന്താ പറയുക വാട്ടർ ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു ക്രോപ്പാണോ വീറ്റ്? അല്ല. എന്നാൽ നേരെ മറിച്ച് പാഡിയോ നല്ല വെള്ളം വേണം അല്ലേ. ഇതിനെന്താണ്? മൺസൂൺ റെയിനുകൾ തന്നെ വേണം. ഇന്ത്യയിലേക്ക് കടന്നു വന്ന് പെയ്യുന്ന മഴ തന്നെ നമുക്ക് ആവശ്യമാണ്. കണ്ടോ നോക്കൂ, അപ്പോൾ മഴ കഴിഞ്ഞ് എല്ലാവിടെയും വെള്ളം നിറഞ്ഞതിന് ശേഷമുള്ള സെപ്റ്റംബർ ടു ഒക്ടോബർ സമയത്താണ് ഖാരിഫ് ക്രോപ്പുകൾ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? റാബി ക്രോപ്പ് നോക്കൂ എപ്പോഴാണെന്ന്? ഏപ്രിൽ ടു ജൂൺ സമയത്താണ്. ആ സമയത്ത് ഇവിടെ നന്നായിട്ട് മഴ പെയ്യുന്ന സമയമാണോ? തീർച്ചയായിട്ടും അല്ല അല്ലേ. അപ്പോൾ ആ വ്യത്യാസങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഓർക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കാം. വാട്ടർ മെലണും കുക്കുംബറൊക്കെ നമ്മൾ എപ്പോഴാണ് കഴിക്കുക? നമ്മൾ സമ്മർ മന്ത്സിലാണ് കഴിക്കുക. അതും ഓർത്ത് വയ്ക്കുക സെയ്ദിനോട് ചേർത്തിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടേക്ക് കൃത്യമായി ഇറിഗേഷൻ തന്നെ ആവശ്യമുണ്ട് സമ്മർ മന്ത്സിൽ അല്ലേ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങൾ ആലോചിക്കുക. പ്ലേസസും കൂടി ഞാൻ ഇനി മൊത്തം പറയാൻ നിൽക്കുന്നില്ല, ഏതെല്ലാം ഭാഗങ്ങളിലാണ്. ഇതൊക്കെ ചിലതൊക്കെ എന്താ പറയുക ഒന്നിച്ച് ചേർന്ന് വരുന്ന കാര്യങ്ങളുണ്ട്. എന്താ പറയുക മിക്സായിട്ട് വരുന്ന ചില ഇടങ്ങളൊക്കെ ഉണ്ട്. അതെന്ത് ചെയ്യുക? അതിനനുസരിച്ച് കൃത്യമായിട്ട് കൂട്ടുകാർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കൂടി ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഒരു ഭാഗം പോസ് ചെയ്തിട്ട് മൊത്തത്തിലൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആൻസർ ഏതാണ്? വിച്ച് ക്രോപ്പ് ഈസ് ഗ്രോൺ ഡ്യൂറിങ് സെയ്ദ് സീസൺ? കുക്കുംബറാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് പോവുകയല്ലേ നമ്മൾ. വേർ ഡസ് നർമ്മദ റിവർ റൈസ്? അതാണ് നമ്മുടെ ചോദ്യം. എവിടെ നിന്നാണ് നർമ്മദ റിവറിൻ്റെ ഉത്ഭവം എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ് എന്നാണ് കൂട്ടുകാർക്ക് തോന്നുന്നത്? ഈ കാണുന്നതിൽ എവിടെ നിന്നാണെന്ന് തോന്നുന്നത്? വെസ്റ്റേൺ ഗാട്ട്സ് ആണോ? അല്ലെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഗൗലിഗർ ഹിൽസ് ആണോ? സത്പുര റേഞ്ചസ് ആണോ? അമർകണ്ടക് റേഞ്ചസ് ആണോ? എവിടെയാണ്? നോക്കൂ, നർമ്മദ റിവർ. ഇത് എന്താണ് നർമ്മദ റിവർ? നമ്മുടെ ക്ലാസ്സിലുള്ള സ്ലൈഡ് തന്നെയാണത്. നിങ്ങൾ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. നർമ്മദ റിവറിൻ്റെ ഉത്ഭവവും അതുപോലെ തന്നെ എന്താണ് ഒഴുകി വന്നിട്ട് നമ്മളുടെ എവിടെ വന്ന് ചേരുകയാണ്? ഗുജറാത്തിലൂടെ കയറിയിട്ട് അറബിക്കടലിലേക്ക് ചേരുന്ന ഇടവുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നർമ്മദ റിവറിൻ്റെ കൈവഴികളെല്ലാം കൂടി എന്താണ് പതുക്കെ ഇറങ്ങി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്താണുള്ളത് കൂട്ടുകാരെ? ഓർമ്മയുണ്ടോ എന്താണുള്ളതെന്ന്? ഏതാണ്? ഇറ്റ് റൈസസ് ഫ്രം ദ മെയ്ക്കൽ റേഞ്ച് ഓഫ് അമർകണ്ടക് ഹിൽസ് അല്ലേ. അമർകണ്ടക് ഹിൽസിൻ്റെ ഭാഗമായിട്ടാണ്, അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? അവിടുത്തെ മെയ്ക്കൽ റേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത്? നർമ്മദയുടെ ഉത്ഭവം അല്ലേ. ദിസ് ഈസ് ദ ലാർജസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ്. പ്രത്യേകം ആലോചിക്കുക, നർമ്മദ എവിടേക്കാണ് ഒഴുകുന്നത്? നർമ്മദ ഒഴുകുന്നത് വെസ്റ്റേൺ ഡയറക്ഷനിലാണ്.
കാവേരി എടുക്കുക നിങ്ങൾ, കൃഷ്ണ, ഗോദാവരി, മഹാനദി, അല്ലേ, എല്ലാം എവിടേക്കാണ് ഒഴുകുന്നത്? എല്ലാം നമ്മളുടെ ബേ ഓഫ് ബംഗാളിലേക്കാണ് ഒഴുകിപ്പോകുന്നത്, അല്ലെ, കിഴക്കോട്ടാണ് ഒഴുകിപ്പോകുന്നത്. പക്ഷേ നർമ്മദ എവിടേക്കാണ് ഒഴുകുന്നത്? അത് വെസ്റ്റിലേക്ക്, അറബിക്കടലിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഒഴുകിപ്പോകുന്നത്, അല്ലേ. ആ കാര്യം കൂട്ടി അറിയാം. അപ്പോൾ വെസ്റ്റേൺ എന്താ പറയുക ഡയറക്ഷനിലേക്ക് ഒഴുകുന്ന നദികളിലെ ലാർജസ്റ്റ് നദിയാണ് ഏത്? നർമ്മദ നദി. 1312 കിലോമീറ്ററോളമാണ് നീളം വരുന്നത്. ഉത്ഭവം മൈക്കൽ റേഞ്ച്, അമർകണ്ടക് ഹിൽസിലാണ്. ഇത് അറിയപ്പെടുന്നത് ലൈഫ് ലൈൻ ഓഫ് മധ്യപ്രദേശ് എന്ന പേരിൽ അറിയപ്പെടുന്ന നദി നർമ്മദ നദിയാണ്. ഇനി ഏതിൻ്റെ ഇടയിലാണ്? നർമ്മദയുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഏതാണ്? വിന്ധ്യ റേഞ്ചിൻ്റെയും സത്പുര റേഞ്ചിൻ്റെയും ഇടയിലൂടെ, ഇവയുടെ ഇടയിലുള്ള എന്താണ്? റിഫ്റ്റ് വാലി ഉണ്ട്, അല്ലേ. ആ വാലിയിലൂടെ ഒഴുകിപ്പോയിട്ട് എന്താണ്? ഒഴുകുന്ന നദിയാണ് നർമ്മദ. അപ്പോൾ വിന്ധ്യ റേഞ്ചിൻ്റെയും സത്പുര റേഞ്ചിൻ്റെയും ഇടയിലൂടെ ഒഴുകുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് നർമ്മദ നദിയാണ് എന്ന കാര്യം കൂട്ടുകാർ മനസ്സിലാക്കുക. ഇറ്റ് ഫ്ലോസ് ത്രൂ എ റിഫ്റ്റ് വാലി ക്രിയേറ്റഡ് ബൈ ദ വിന്ധ്യ ആൻഡ് സത്പുര റേഞ്ചസ്. ഇനി സർദാർ സരോവർ ഡാം ഏത് നദിയിലാണ് എന്ന് ചോദിച്ചാൽ അത് നർമ്മദയിലാണ്. ധൗൺധർ ഫാൾസ് ഏത് നദിയിലാണ് എന്ന് ചോദിച്ചാൽ അത് നർമ്മദയിലാണ്. നർമ്മദയുടെ ആൻഷ്യൻ നെയിം, പഴയകാല നാമം റേവ എന്ന പേരിലായിരുന്നു എന്നുകൂടി ആലോചിക്കുക. SSCയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നദികളുടെ പഴയ പേരുകൾ, ആൻഷ്യൻ നെയിംസ് ചോദിക്കാറുണ്ട്. അപ്പം എന്ത് ചെയ്യുക? അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ കാര്യങ്ങൾ കൂട്ടുകാർ വളരെ കൃത്യമായിട്ട് ആലോചിക്കണം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇന്ദിരാസാഗർ നിങ്ങൾക്കറിയാം, ഓർത്ത് വയ്ക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇന്ദിരാസാഗർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്. ബാക്കിയുള്ള എന്താ പറയുക വിവിധങ്ങളായിട്ടുള്ള ഇവയുടെ ട്രിബ്യൂട്ടറീസിൻ്റെ പേരുകളും മറ്റും നിങ്ങൾക്ക് എവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്? ഈ ഒരു പിക്ചറിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റില്ലേ? നർമ്മദ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്? അമർകണ്ടക് റേഞ്ചിൽ നിന്നാണ്. എവിടെ നിന്നാണ്? അമർകണ്ടക് റേഞ്ചിലാണ്. ഇത് സത്പുര എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചിലർക്കെങ്കിലും ഒരു സംശയം, അയ്യോ നർമ്മദ വിന്ധ്യ സത്പുര റേഞ്ചിൻ്റെ ഇടയിലൂടെ ആണല്ലോ ഒഴുകുന്നത്, അപ്പം ഇനി ഇങ്ങനെ സത്പുരയുടെ അവിടെ നിന്നാണോ വരുന്നത്? വിന്ധ്യ സത്പുര എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ട് അങ്ങനെ പോവുകയാണ്, അല്ലേ. അപ്പോൾ ഇതെന്താണ്? നർമ്മദ റിവർ അമർകണ്ടക് റേഞ്ചിൽ, ഈ അറ്റത്ത് അമർകണ്ടക് റേഞ്ചുകളുണ്ട്, അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? അവ ഉത്ഭവിക്കുന്നത്. ഓക്കെ ആണല്ലോ, സംശയങ്ങളില്ലല്ലോ, ആ ഭാഗം മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ നമുക്ക്. അടുത്ത ചോദ്യം, ദ പ്രിൻസിപ്പൽ റിസർവ്സ് ഇൻ നെയ്വേൽ ഇൻ തമിഴ്നാടു. എന്താണ് ചോദിക്കുന്നത്? ദ പ്രിൻസിപ്പൽ റിസർവ്സ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് പലപ്പോഴും ഓർസിനെ കുറിച്ച്, ഏതാണ് ഓർസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പലപ്പോഴും വളരെ കൃത്യമായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ആ കാര്യം ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓർസിനെ കുറിച്ച് നമുക്കറിയാം പല വിധത്തിൽ എന്താ പറയുക ഫേമസ് ഓർസ് ഉണ്ട്, അല്ലേ. അപ്പോൾ ദ പ്രിൻസിപ്പൽ റിസർവ്സ് ഇൻ നെയ്വേൽ ഇൻ തമിഴ്നാടു, തമിഴ്നാട്ടിലെ നെയ്വേലിലുള്ള പ്രധാനപ്പെട്ട ഏതാണ് റിസർവ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസേഴ്സ് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ബോക്സൈറ്റ്, അയേൺ ഓർ, കോപ്പർ, ലിഗ്നൈറ്റ്. ഇത്രയുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? തന്നിട്ടുള്ളത്. ഉത്തരം ഏതാണെന്ന് അറിയാമോ കൂട്ടുകാർക്ക്? നമുക്ക് ബോക്സൈറ്റ്, അയേൺ ഓർ, കോപ്പറൊക്കെ നമുക്ക് കൂടുതലും എവിടെയാണ് കാണുന്നത് നിങ്ങൾക്ക് അറിയാം ഏതാണ്ട്, അല്ലേ. ഇതിൽ ഏതാണ്? ലിഗ്നൈറ്റ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. നെയ്വേലി ഏതാണ്? നെയ്വേലി നമുക്കറിയാലോ, തമിഴ്നാട്ടിലെ നെയ്വേലി എന്ന് പറയുന്നത് ഏതാണ്? ലിഗ്നൈറ്റ് മൈനുകൾക്ക് വളരെയധികം ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അതായത് ഇവിടുത്തെ നെയ്വേലി ലിഗ്നൈറ്റ് മൈൻ എന്ന് തന്നെയാണ് അത് അറിയപ്പെടുന്നത്. അതായത് തമിഴ്നാടുവിൽ ഈ നെയ്വേലി എന്ന് പറയുന്ന സ്ഥലം ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് എന്താണ് ദ ലാർജസ്റ്റ് ഇൻ ദ കൺട്രി. ലിഗ്നൈറ്റ് മൈൻസിൽ ഏറ്റവും വലിയ എന്താ പറയുക മൈൻ ഏതാണ്? അത് തമിഴ്നാട്ടിലെ നെയ്വേലിയാണ് എന്ന കാര്യം ചെയ്യുക കൂട്ടുകാർ മനസ്സിലാക്കാം. ഇനി ഇതിനോടൊപ്പം കൂട്ടുകാർ ഓർക്കേണ്ടതായിട്ടുള്ള എന്താണ്? വേറൊരു കാര്യം കൂടിയുണ്ട്. നെയ്വേലിയിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതാണ്? ഈ ഒരു ലിഗ്നൈറ്റിൻ്റെ ഈ മൈൻ ഉണ്ടല്ലോ, ലിഗ്നൈറ്റ് എന്ന് പറയുന്ന ഇത് കൂട്ടുകാർക്ക് അറിയാമല്ലോ. ലിഗ്നൈറ്റ് എത്ര ശതമാനം കാർബൺ ഉള്ളതാണ് കൂട്ടുകാരെ? 40 മുതൽ 55% വരെ കാർബൺ കണ്ടൻ്റ് ഉള്ള ലിഗ്നൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇത് അടിസ്ഥാനപരമായിട്ട് ഇത്തിരി ലോ ക്വാളിറ്റിയാണ്. മനസ്സിലാവുന്നല്ലോ. ഇത് അതുപോലെ തന്നെ ബ്രൗൺ കോൾ എന്ന പേരിലൊക്കെ ഇത് അറിയപ്പെടാറുണ്ട്, അല്ലേ. ബ്രൗൺ കോൾ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഇതാണ്. അപ്പോൾ ഇത് ഏതാണ്? തേർഡ് ആണ് ഇൻ സ്റ്റാൻഡേർഡിൽ, അല്ലേ. ഇതിന് ലിഗ്നൈറ്റിൻ്റെ മുകളിൽ ആരുണ്ട്? ബിറ്റൂമിനസ് ഉണ്ട്, അല്ലേ. ബിറ്റൂമിനസ് എത്ര % ആണ് ഓർമ്മയുണ്ടോ കൂട്ടുകാർക്ക്? 60 മുതൽ 80% വരെ കാർബൺ കണ്ടന്റ് ഉള്ളതാണ് ഇത് ബിറ്റൂമിനസ്. ഏറ്റവും കൂടുതലുള്ള ആളേരാണ്? ആന്ത്രസൈറ്റ് ആണ്, അല്ലേ. ആന്ത്രസൈറ്റ് എത്രയാണ്? അത് 80 മുതൽ എത്രയാണ്? 95% വരെ എന്താണ് കാർബൺ ഉള്ള ആളാണ് ആര്? ആന്ത്രസൈറ്റ്, അല്ലേ. ആന്ത്രസൈറ്റ് ടൈപ്പ് നമുക്ക് എവിടെയാണ്? നമുക്ക് അത്ര അധികം ഇല്ല, കുറവാണ് ഇന്ത്യയിൽ ജനറലി. ഇത് എവിടേക്കുള്ള ആന്ത്രസൈറ്റ് എവിടേക്കുള്ളത്? ജാർഖണ്ഡിലുണ്ട്, അല്ലേ. വെസ്റ്റ് ബംഗാൾ, ഒഡീഷ,
അല്ലെ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഇവിടേക്കാണ് ഇതുള്ളത് ആന്ത്രസൈറ്റ് ഉള്ളത്. ബിറ്റൂമിനസ് എവിടെയുള്ളത്? ബിറ്റൂമിനസ് ടൈപ്പ് കോൾ കൂടുതൽ എവിടെയുള്ളത്? രാജസ്ഥാൻ, അല്ലേ? രാജസ്ഥാനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആസാം, ലഖിംപൂർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലഖിംപൂർ എവിടെയാണ്? അത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ലഖിംപൂർ എവിടെയാണ്? ആസാമിൽ. ലഖിംപൂർ ഈ തരത്തിലുള്ള ബിറ്റൂമിനസ് കോളിന് വളരെയധികം ഫേമസ് ആണ്. ഇത് ലഖിംപൂർ എന്ന് പറയുന്ന സ്ഥലം. അതുപോലെ തന്നെ എവിടെയാണ്? നമുക്ക് കുറച്ചൊക്കെ തമിഴ്നാട്ടിലും നമുക്ക് കാണാം. തമിഴ്നാടല്ല, അല്ല, ഇത് ഞാൻ തെറ്റിപ്പോയി, പെട്ടെന്ന് ആലോചിച്ചപ്പോൾ. അല്ല, ഇതിവിടെയല്ല. എവിടെയാണ്? നമ്മളുടെ ലിഗ്നൈറ്റ് ആണ് രാജസ്ഥാൻ, ലഖിംപൂർ, ആസാം, തമിഴ്നാട്ടിലൊക്കെ ലിഗ്നൈറ്റ് ആണ് കാണുന്നത്. ബിറ്റൂമിനസ് കൂടുതലും കാണുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജാർഖണ്ഡ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ ഒക്കെ പറഞ്ഞില്ലേ, ഈ നേരത്തെ പറഞ്ഞില്ലേ കൂട്ടുകാരെ, ഈ സ്ഥലത്തിലാണ് ഇത് കാണുന്നത്, ബിറ്റൂമിനസ്. ഓക്കെ, ഞാൻ നിങ്ങളെല്ലാം ഒന്ന് മാച്ച് കളയുക. ഞാൻ ഒന്നുകൂടി പറയാം, ഞാൻ നിങ്ങളെ വല്ലാണ്ട് കൺഫ്യൂസ് ആക്കി. എനിക്ക് പെട്ടെന്ന് ഞാൻ മൊത്തം തെറ്റിയിട്ടാണ് പറഞ്ഞത്. കാരണം ലിഗ്നൈറ്റ് എന്ന് പറയുന്നത് തേർഡ് ക്വാളിറ്റിയാണ്, അല്ലേ? തേർഡ് ക്വാളിറ്റിയാണ്. എത്ര ശതമാനമാണുള്ളത്? 40 മുതൽ 55% വരെ മാത്രം കാർബണുള്ള എത്രയാണ്? തേർഡ് പൊസിഷനിലുള്ള ആളാണ് ലിഗ്നൈറ്റ് എന്ന് പറയുന്നത്. ഈ ലിഗ്നൈറ്റ് എവിടേക്കാണുള്ളത്? രാജസ്ഥാനിലുണ്ട്. ലഖിംപൂർ എന്ന് പറഞ്ഞില്ലേ നമ്മൾ, ലഖിംപൂർ എവിടെയാണ്? ആസാമിലുണ്ട്. അതുപോലെ തന്നെ പിന്നെയുള്ളത് എവിടെയാണ്? തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ, അല്ലേ? ഈ തമിഴ്നാട്ടിലെ നെയ്വേലിയാണ് ലിഗ്നൈറ്റ് ഏറ്റവും അധികം കാണപ്പെടുന്നൊരു സ്ഥലം എന്ന് പറയുന്നത്. ഇത് തേർഡ്, 40 to 55%. ഇനി 60 to 80% ഉള്ളതിനെ നമ്മൾ എന്തെന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്? ബിറ്റൂമിനസ്, അല്ലേ? ബിറ്റൂമിനസ് എന്നാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ബിറ്റൂമിനസ് കൂടുതൽ കാണുന്ന എവിടെ അറിയോ? അത് ജാർഖണ്ഡിലുണ്ട്. അതുപോലെ തന്നെ എവിടെയാണ് പിന്നീടുള്ളത്? വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, പിന്നെ എവിടെയാണ്? ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഇവിടെയൊക്കെയാണ് ബിറ്റൂമിനസ് ഉള്ളത്. 60 to 80% കാർബൺ കണ്ടൻറ് ഉള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ കാർബൺ കണ്ടൻറ് ഉള്ളതിന് നമ്മൾ എന്തെന്നാണ് വിളിക്കുക കൂട്ടുകാരെ? ആന്ത്രസൈറ്റ്, അല്ലേ? അപ്പോൾ ആന്ത്രസൈറ്റ് എത്രയാണ്? 80 മുതൽ 95% വരെയുള്ള ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയാണ് ഏത്? ആന്ത്രസൈറ്റ് കോളിൻ്റെ. ഇത് നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ. ഉള്ളത് എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിലാണ് നമുക്ക് അധികവും ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായ കൂട്ടുകാർക്ക്? കൃത്യമാണല്ലോ, സംശയങ്ങളില്ലല്ലോ. ഇനി ബാക്കി ആൾക്കാരെ ഇവിടെ തന്നിട്ടുണ്ട്, അല്ലേ? ബോക്സൈറ്റ് എന്ന് പറയുന്നത് ഏത് ടൈപ്പാണ്? എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? അലുമിനിയത്തിൻ്റേതാണ്, അല്ലേ? അലുമിനിയത്തിൻ്റേതാണ് ഏത്? ബോക്സൈറ്റ് എന്ന് പറയുന്ന റോക്ക് അലുമിനിയത്തിൻ്റെ സോഴ്സാണ്, അല്ലേ? അപ്പോൾ ബോക്സൈറ്റ് ഏറ്റവും അധികം, ഇതൊരിക്കൽ SSCയിൽ തന്നെ വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. ബോക്സൈറ്റ് ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? അത് ഒഡീസയാണ്. ഇത് അങ്ങനെ ഡയറക്റ്റ്ലി ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ബോക്സൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ഡയറക്റ്റ്ലി ചോദിച്ചിട്ടുണ്ട്. അത് ഒഡീഷയാണ് എന്ന കാര്യം കൂട്ടുകാർ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അയേൺ ഓറിൻ്റെ കാര്യം എടുക്കൂ കൂട്ടുകാർ. അയേൺ ഓർ എന്താണ്? സ്റ്റീലിൻ്റെ നിർമ്മാണത്തിന് ഏറ്റവും അധികം ഉപയോഗിക്കുന്നുണ്ട്, അല്ലേ? അയേൺ ഓർ എന്ന് പറയുന്നത് ഏതാണ്? കുറേ പ്രധാനപ്പെട്ട ഏതാണ് മൈനുകളുണ്ട്, അല്ലേ? ജോഡ ഈസ്റ്റ് ഉണ്ട്, ബാൽഡ ബ്ലോക്ക് ഉണ്ട്, അല്ലേ? ജജങ് റുങ്ത മൈൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ബൈലാൽഡില അയേൺ ഓർ മൈൻസ് ഉണ്ട്, അല്ലേ? ഇവയെല്ലാം എന്താണ്? വളരെ പ്രധാനപ്പെട്ട അയേൺ ഓർ മൈനുകളാണ്. കോപ്പറുമായി ബന്ധപ്പെട്ട് കൂട്ടുകാരെ എപ്പോഴും ആലോചിക്കേണ്ടത് രാജസ്ഥാനെയാണ്. ആരെയാണ്? രാജസ്ഥാനെയാണ്. അവിടുത്തെ ഖേത്രി ബെൽറ്റ് ഉണ്ട്. പലപ്പോഴായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളൊരു ചോദ്യമാണിത്. രാജസ്ഥാനിലെ ഖേത്രി ബെൽറ്റ് കോപ്പറിന് ഭയങ്കര ഫേമസ് ആണ്. ഈവൻ നമ്മുടെ ആൻഷ്യൻ കാലഘട്ടത്തിൽ, നമ്മളുടെ സിന്ധു നദീതട സംസ്കാരം കഴിഞ്ഞിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൽ എന്താണ്? ഖേത്രി ആ ഏരിയയിൽ എന്താണ്? അവിടുന്ന് കോപ്പർ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു എന്ന രീതിയിലൊക്കെയുള്ള പല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കോപ്പർ പിന്നെ എവിടെയാണ്? സിംഗ്ഭൂം ബെൽറ്റ്. കോപ്പറുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട്. സിംഗ്ഭൂം ബെൽറ്റ് എവിടെയാണ്? ഖേത്രി രാജസ്ഥാനിൽ. സിംഗ്ഭൂം ബെൽറ്റ് എവിടെയാണ് കൂട്ടുകാരുള്ളത്? അറിയോ നിങ്ങൾക്ക് എവിടെയാണെന്നുള്ളത്? ജാർഖണ്ഡിലാണ്. എവിടെയാണ്? ജാർഖണ്ഡിലാണ് സിംഗ്ഭൂം ബെൽറ്റ് ഉള്ളത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഇതിങ്ങനെ ഈ രീതിയിൽ എന്ത് ചെയ്യുക? പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ബെൽറ്റുകൾ കൂടി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഹിമാലയാസ് ഡസ് ഇറ്റ്സ് ഹയസ്റ്റ് മൗണ്ടെയിൻ പീക്ക് കാഞ്ചൻജംഗ ലൈസ്? ഹിമാലയാസിലെ ഏറ്റവും എന്ന് വെച്ചാൽ ഇന്ത്യയിൽ പൂർണ്ണമായിട്ടുമുള്ള ഹയസ്റ്റ് പീക്കായിട്ടുള്ള കാഞ്ചൻജംഗയെ കുറിച്ചാണ് ചോദിക്കുന്നത്. കാരണം മൗണ്ട് കെ2 പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലായത് കാരണമാണ്, ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ POKയിൽ ആയതുകൊണ്ട് നമ്മളത് എടുക്കുന്നില്ല എന്നുള്ളൂ. കാഞ്ചൻജംഗ പരിപൂർണമായിട്ടും തർക്കങ്ങളൊന്നുമില്ലാതെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ പീക്കായിട്ടുള്ള കാഞ്ചൻജംഗ ഏത് ഹിമാലയാസിൻ്റെ ഭാഗത്തിലാണുള്ളത് എന്നാണ് പറയുന്നത്. എവിടെയാണ്? അരുണാചൽ ഹിമാലയാസ് ആണോ? കാശ്മീർ ഹിമാലയാസ് ആണോ? ഡാർജിലിംഗ് സിക്കിം ഹിമാലയാസ് ആണോ? ഉത്തരാഖണ്ഡ് ഹിമാലയാസ് ആണോ? എവിടെയാണ്? നമുക്ക് കൃത്യമായിട്ട് അറിയാം, അല്ലേ? എവിടെയാണ്? ഡാർജിലിംഗ് ആൻഡ് സിക്കിം ഹിമാലയാസ് ആണ്. എവിടെയാണ്? ഡാർജിലിംഗ് ആൻഡ് സിക്കിം ഹിമാലയാസിൻ്റെ ഭാഗമായിട്ടാണ് കാഞ്ചൻജംഗ കിടക്കുന്നത് എന്ന കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. കൂട്ടുകാർക്ക് അതിൽ സംശയമൊന്നും
ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം കാഞ്ചൻജംഗയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. കാഞ്ചൻജംഗയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ ആ ഭാഗം കൂട്ടുകാർ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടതാണ്, ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പ്രത്യേകം പറയുന്നില്ല. കാഞ്ചൻജംഗയുമായിട്ട് പല തവണയായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഒരിക്കലും എന്ത് ചെയ്യരുത്, വിട്ടുപോകരുത്. കാഞ്ചൻജംഗ അതുപോലത്തെ പ്രധാനപ്പെട്ട മൗണ്ടെയിൻ പീക്കുകളുടെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് കൂട്ടുകാരെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാഞ്ചൻജംഗ 8568 മീറ്റർ ഹൈറ്റുള്ള ഒരു പർവ്വതമാണ് കാഞ്ചൻജംഗ. തേർഡ് ഹയസ്റ്റ് മൗണ്ടെയിൻ ആണ്, ലോകത്തിലെ തേർഡ് ഹയസ്റ്റ് മൗണ്ടെയിൻ ആണ് എന്ന കാര്യം കൂട്ടുകാർക്ക് എന്ത് ചെയ്യാൻ കൃത്യമായിട്ട് അറിയാം. റെഡ് പാണ്ടകൾക്ക് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ഇടം കൂടിയാണിത്. ഏതാണ്? റെഡ് പാണ്ടകൾക്ക് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ മൗണ്ടെയിൻ എന്താ പറയുക, സ്നോ ലെപ്പേർഡ്, ഇത്തരത്തിലുള്ള മൃഗങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട. നമുക്ക് ഈ അടുത്തായിട്ട് സ്നോ ലെപ്പേർഡിൻ്റെ ഒരു സെൻസസ് നടന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ട്? ആദ്യമായിട്ട് സ്നോ ലെപ്പേർഡിൻ്റെ ഒരു സെൻസസ് നടത്തി. അതുകൊണ്ട് സ്നോ ലെപ്പേർഡ് കാണുന്ന പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്ന് ഏതാണ്, ഈ കാഞ്ചൻജംഗയുടെ ഭാഗങ്ങളിലാണ് എന്ന് എന്ത് ചെയ്യുക കൂട്ടുകാർ ആലോചിക്കുക. കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ്. കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ് എന്ന കാര്യം ചെയ്യുക കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട, ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് ഏതാണ്, എന്താ പറയുക, നമ്മളുടെ ഇത് കഴിഞ്ഞിട്ട് കാഞ്ചൻജംഗ കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ നെക്സ്റ്റ് ആളായിട്ടുള്ള നന്ദാദേവി നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. നന്ദാദേവി പീക്ക്, നന്ദാദേവി എവിടെയാണ്? അത് കിടക്കുന്നത് ഉത്തരാഖണ്ഡിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ചമോലി ഡിസ്ട്രിക്റ്റ് വരെ, മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ്, ഉത്തരാഖണ്ഡിലാണ് ഇത് നന്ദാദേവി കിടക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ പ്രധാനപ്പെട്ട പീക്കുകൾ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പീക്കുകൾ അത് എവിടെ കിടക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. അപ്പോൾ കാഞ്ചൻജംഗ എവിടെയാണ്? സിക്കിമുമായിട്ട് ബന്ധപ്പെട്ട് സിക്കിം ഹിമാലയാസിൽ, ഡാർജിലിംഗ് ആൻഡ് സിക്കിം ഹിമാലയാസിൻ്റെ ഭാഗത്തായിട്ടാണ് കാഞ്ചൻജംഗയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ? ആ ഭാഗത്ത് സംശയങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് പോർട്സിനെ കുറിച്ചാണ് ചോദ്യം. പോർട്സ് ഈസ് നോട്ട് സിറ്റുവേറ്റഡ്, എന്താണ് ചോദ്യം? ഈസ് നോട്ട് സിറ്റുവേറ്റഡ് ഓൺ ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ കോസ്റ്റിൽ അല്ലാത്ത ഒരു എന്താ പറയുന്നത്, താഴെ തന്നിട്ടുള്ള വലിയ പോർട്ട് ഏതാണ് എന്നതാണ് ചോദ്യം. ഏതൊക്കെയാണ്? മാംഗ്ലൂരു എവിടെയാണ്? മാംഗ്ലൂർ നമുക്കറിയാം അല്ലേ, നമ്മുടെ വെസ്റ്റ് കോസ്റ്റിലാണ്. കാണ്ട്ല പോർട്ട് ഗുജറാത്താണ് നമുക്കറിയാം. മർമഗോവ നമുക്കറിയാം, വെസ്റ്റാണ്. ഹൽദിയ വളരെ ഫേമസ് അല്ലേ കൂട്ടുകാരെ, ഹൽദിയ പോർട്ട് ഇപ്പോൾ നമ്മളുടെ എവിടെയാണ്? ഹൽദിയ പോർട്ടിൻ്റെ മാപ്പിൽ പൊസിഷൻ ഞാൻ അവിടെ കാണിക്കാം. ഇതേതാണ്? ഇതേത് സംസ്ഥാനമാണ്? വെസ്റ്റ് ബംഗാളാണ് അല്ലേ, വെസ്റ്റ് ബംഗാൾ സംസ്ഥാനമാണത്. ഇത് ആരായി? ബംഗ്ലാദേശ്. ഈ പോയിരിക്കുന്ന വര എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ബൗണ്ടറി, ഇന്ത്യ ബംഗ്ലാദേശ് ബൗണ്ടറിയാണ് ഈ പോയിരിക്കുന്നത്. ഇത് നമ്മളുടെ എന്താണ് കിടക്കുന്നത്, നമ്മളുടെ നദികൾ കൊണ്ടുവന്നുണ്ടാക്കിയിട്ടുള്ള നമ്മളുടെ ഏറ്റവും വലിയ സുന്ദർബൻ ഡെൽറ്റയാണ്. ഈ പച്ച നിറത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സുന്ദർബൻ ഡെൽറ്റയാണ്. വെസ്റ്റ് ബംഗാളിലാണ് കിടക്കുന്നത്. ഇവിടെയാണ് ഈ കാണിക്കുന്നതാണ് ഹൽദിയ പോർട്ട്. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? ഇത് നമ്മളുടെ ഹൂഗ്ലി റിവറില്ലേ, ഹൂഗ്ലി റിവർ വന്ന് ചേർന്ന് ഹൂഗ്ലി റിവറിൻ്റെ തീരത്തിലാണ് ഈ ഹൽദിയ പോർട്ട് ഉള്ളത്. ഒരു റിവറൈൻ പോർട്ടാണ്. ഉള്ളിലായിട്ട് എന്താണ്, റിവറിൻ്റെ ഒരു ഭാഗം, നമുക്ക് ഈ റിവറിൻ്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കിടക്കുന്ന എന്താണ്, കപ്പലുകൾക്ക് പോയിട്ട് കയറ്റി നിർത്താൻ പറ്റുന്ന സ്ഥലമാണ് അതുള്ളത്. വളരെ ഫേമസ് ആണ് ഹൽദിയ പോർട്ട്. കൂട്ടുകാരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്യാം പ്രസാദ് മുഖർജി എന്താ പറയുക, ഒരു പോർട്ട് എന്ന് പറഞ്ഞാൽ പോർട്ട് ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിലാണ് ഹൽദിയ പോർട്ട് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൽദിയ പോർട്ട് വളരെ ഫേമസ് ആണ്. ഹൽദിയ പോർട്ട് വെസ്റ്റ് കോസ്റ്റിലല്ല, ഈസ്റ്റിലാണ്, അത് വെസ്റ്റ് ബംഗാളിലാണ്. എന്നീ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഹൽദിയ പോർട്ട് എവിടെയാണ്? ഹൽദിയ പോർട്ട് വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗമാണ്, ഹൂഗ്ലി റിവറിൻ്റെ അടുത്തായിട്ടാണ് എന്ന കാര്യം കൂട്ടുകാർ കൃത്യമായിട്ട് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? സംശയങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് മോഡേൺ ഇൻഡസ്ട്രീസ് വാസ് ഇൻ ഓപ്പറേഷൻ ഇൻ ഇന്ത്യ ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ? അതാണ് ചോദ്യം. അതായത് ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്ത് തന്നെ താഴെ തന്നിട്ടുള്ളവയിലെ ഏതെല്ലാം ഇൻഡസ്ട്രികളാണ് ഓപ്പറേഷണലൈസ് ആയിട്ടുണ്ടായിരുന്നത് എന്നതാണ് ചോദ്യം. ഏതൊക്കെയാണ് നോക്കൂ, ഓപ്ഷൻസ് നോക്കൂ. കോട്ടൺ, ജൂട്ട്, അയേൺ ആൻഡ് സ്റ്റീൽ, ഇവയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് കൂട്ടുകാർക്ക് തോന്നുന്നത്? കോട്ടൺ മാത്രമാണോ, ജൂട്ട് മാത്രമാണോ, അയേണും സ്റ്റീലും ആണോ, എങ്ങനെയാണ് തോന്നുന്നത് കൂട്ടുകാർക്ക്? അതായത് വളരെ എളുപ്പത്തിൽ, വളരെ എന്താ പറയുക, എളുപ്പത്തിൽ കൂട്ടുകാർക്ക് ആലോചിക്കാൻ പറ്റും. അതായത് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കും നമുക്ക് സ്വാതന്ത്ര്യം എന്താ പറയുക കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എന്തുള്ളത്, നമ്മളുടെ
ഇന്ത്യയിൽ പല ഇൻഡസ്ട്രീസും എന്ത് ചെയ്തിട്ടുള്ളത് വന്നിട്ടുണ്ടായിരുന്നത് എന്ന് ചിലപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ചിലപ്പോൾ വിചാരിക്കാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു ഡീഇൻഡസ്ട്രിയലൈസേഷൻ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ ഇവിടെ എന്തുണ്ടായിരുന്നു, പതുക്കെ ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പല ഇൻഡസ്ട്രിയലിസ്റ്റുകളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കഷ്ടപ്പെട്ട് ബ്രിട്ടീഷുകാരുടെ പല രീതിയിലുള്ള നിയമങ്ങളുടെയും എതിരായിട്ട് പോരാടിക്കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രിട്ടീഷ് റൂളിൻ്റെ ഇടയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൻസർ എന്താ പറയുക കൂട്ടുകാർക്ക്, ഓൾ ഓഫ് A, B, and C, കോട്ടൺ, ജൂട്ട്, അയേൺ ആൻഡ് സ്റ്റീൽ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ സമയത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ബ്രിട്ടീഷുകാർ കോട്ടൺ മിൽസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്ന റോ കോട്ടൺ ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു, പ്രോസസ്സ് ചെയ്യുമായിരുന്നു. മനസ്സിലാത്ത കൂട്ടുകാർക്ക്. എന്നിട്ട് ബ്രിട്ടനിലെ വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്ക് എന്ത് ചെയ്യുമായിരുന്നു, അത് എക്സ്പോർട്ട് ചെയ്ത് വിടുമായിരുന്നു. ജൂട്ട് എന്തായിരുന്നു, നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ലോകത്തിലെ തന്നെ ഫസ്റ്റ് പൊസിഷനിലാണ് ആര്, നമ്മൾ ജൂട്ടിൻ്റെ ഇൻഡസ്ട്രിയിൽ നമ്മളുണ്ടായിരുന്നത്. ബംഗ്ലാദേശിലായിരുന്നു. പണ്ട് ബംഗ്ലാദേശ് നമ്മുടെ കൂട്ടത്തിലായിരുന്നല്ലോ. ബംഗ്ലാദേശിലായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട ഇടങ്ങളൊക്കെ. എന്നിട്ട് ബംഗ്ലാദേശ് പിന്നീട് എന്തായി, ജൂട്ടിൽ നമുക്കൊരു കോമ്പറ്റീഷനായിട്ട് മാറുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ജൂട്ടിൻ്റെ പ്രൊഡക്ഷനിൽ നമ്മൾ എന്തായിരുന്നു, അതായത് ബംഗാളിൻ്റെ ഭാഗത്ത് ജൂട്ട് മില്ലുകൾ ഒരുപാട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ജൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നായിരുന്നു. ഇന്ത്യ എന്തായിരുന്നു, ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ദി ജൂട്ട് എന്താണ്, ഇന്ത്യ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ അടുത്തായിട്ട് ഇന്ത്യ എഗെയിൻ വന്നിട്ടുണ്ട് എന്നാണ് എനിക്കൊരു ഓർമ്മ. എനിക്ക് പെട്ടെന്ന് ഒരു ഉറപ്പിച്ച് പറയാനായിട്ട് കിട്ടുന്നില്ല. ഇനി അയേൺ സ്റ്റീലോ, ഇതിൽ ചിലപ്പോൾ സംശയം വരും. അയേൺ സ്റ്റീൽ ഒരു സംശയവും വേണ്ട. 1907 ആര് കടന്നു വരുന്നുണ്ട്, അയേൺ സ്റ്റീലിലേക്ക് ആര് കടന്നു വരുന്നുണ്ട്, ടാറ്റ സ്റ്റീൽ വരുന്നുണ്ട് അല്ലേ. ടാറ്റ സ്റ്റീൽ എന്ത് ചെയ്യുകയാണ്, 1907 എന്ത് ചെയ്യുകയാണ്, അയേൺ സ്റ്റീലിൻ്റെ സ്റ്റീൽ കമ്പനിയായിട്ട് എന്ത് ചെയ്യുകയാണ്, വരികയാണ് അല്ലേ. 1907 വരികയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും വലിയ സ്റ്റീൽ പ്രൊഡ്യൂസേഴ്സായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസൊക്കെ ഗുജറാത്ത്, ബോംബെ ഏരിയകളിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് എന്തായിരുന്നു, വളരെയധികം ഫേമസ് ആയിരുന്നു അല്ലേ. നമുക്കറിയാം, വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിലൊന്നാണത്. അപ്പോൾ ഈ രീതിയിൽ ഈ തന്നിട്ടുള്ള എല്ലാം, കോട്ടണും ജൂട്ടും അതുപോലെ തന്നെ അയൺ ആൻഡ് സ്റ്റീലും എല്ലാ ഇൻഡസ്ട്രികളും ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്ത് തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം കൂട്ടുകാർ വളരെ കൃത്യമായിട്ട് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ, സംശയങ്ങളില്ലല്ലോ, കൃത്യമാണ് എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ. അടുത്ത ചോദ്യം, വിച്ച് ഹിൽ ഈസ് പാർട്ട് ഓഫ് ദ മേഘാലയ പ്ലാറ്റു? താഴെ തന്നിട്ടുള്ളവയിലെ ഏത് ഹില്ലാണ് മേഘാലയ പ്ലാറ്റുവിൽ കിടക്കുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. നമ്മൾ കേരളത്തിലെ ആൾക്കാർക്ക് ഒരു സമ്മാനമായിട്ടുള്ള ചോദ്യമായിരുന്നു എന്ന് പറയാം. കാരണം എന്താ, കാർഡമം ഹിൽസ്, ഏലമലകൾ, നീലഗിരി മലകൾ, ആനമല എല്ലാം നമുക്കറിയാം കൃത്യമായിട്ടൊക്കെ എവിടെയാണ്, കേരളത്തിലെ വെസ്റ്റേൺ ഗാട്സിലാണ് കിടക്കുന്നത്. ഇതിലില്ലാത്ത ഒരേ ഒരാൾ ആര് തന്നെയാണ്, ജൈൻഷാ ഹില്ലുകളാണ് അല്ലേ. അപ്പോൾ ജൈൻഷാ ഹില്ലാണ് എന്തിൻ്റെ ഭാഗമായിട്ടുള്ളത്, മേഘാലയയുടെ ഭാഗമായിട്ടുള്ളത് എന്ന കാര്യം വളരെ കൃത്യമായിട്ട് കൂട്ടുകാർ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ വെസ്റ്റേൺ ഗാട്സ് നമ്മളൊരു കേരളത്തിൻ്റെ ഇപ്പുറത്തേക്ക് വെസ്റ്റേൺ ഗാട്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീലഗിരി ഹിൽസ് ഇവിടെ വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് ഏതാണ് ആനമല കിടക്കുന്നുണ്ട്. അതിൻ്റെ താഴത്തേക്ക് ഏതാണ് ഏലമലകൾ കിടക്കുന്നുണ്ട്. നമുക്ക് വളരെ കൃത്യമായിട്ട് എന്താണ് അറിയാം അല്ലേ. അതിനുശേഷം നമ്മളുടെ നോർത്ത് ഈസ്റ്റേൺ ഭാഗത്തെ പൂർവാഞ്ചലിൻ്റെ മാപ്പ് നമ്മൾ ക്ലാസ്സിൽ തന്നിട്ടുള്ള മാപ്പ് ഞാൻ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഒന്നുകൂടി കാണിച്ചു തരികയാണ്. നോക്കുമെന്ന് എന്തൊക്കെയാണുള്ളതെന്നുള്ളത്. ഏതൊക്കെയാണ്, മേഘാലയ ഇവിടെയാണ് കിടക്കുന്നത് അല്ലേ. ഇതാണ് മേഘാലയയിൽ കറക്റ്റായിട്ട് ഏതൊക്കെയാണ്, ഗാരോ ഹിൽസ്, ഖാസി ഹിൽസ്, ജൈൻഷ്യ ഹിൽസ് എന്നിങ്ങനെ മേഘാലയയിൽ ഈ 3 ഹിൽസും കിടക്കുന്നുണ്ട് അല്ലേ. നമ്മളുടെ ആസാമിലാണ് ഏത്, മിഗിർ ഹിൽസ് കിടക്കുന്നത് അല്ലേ. അരുണാചൽ പ്രദേശിൻ്റെ ഭാഗമായിട്ട് ഏത് കിടക്കുന്നുണ്ട്, പട്കായി ഭം എന്ന് പറയുന്ന പട്കായി ഹിൽസ് എവിടെ കിടക്കുന്നുണ്ട്, അരുണാചൽ പ്രദേശിൻ്റെ അവിടെ കിടക്കുന്നുണ്ട്. നാഗാ ഹിൽസ് ഇവിടെ കിടക്കുന്നുണ്ട്. ബറേലി റേഞ്ച്, മണിപ്പൂർ ഹിൽസ്, മിസോ ഹിൽസ് എന്നീ രീതിയിൽ എന്താണ്, മിസോ ഹിൽസും അതിന് തന്നെ ലുഷായ് ഹിൽസും എവിടെയാണ്, മിസോറാമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവയെല്ലാം ചേർന്ന് കിഴക്ക് ഭാഗത്ത് അല്ലേ, പൂർവ്വദിക്ക് എന്ന് വെച്ചാൽ എന്താണ്, കിഴക്ക് ദിക്ക് അല്ലേ. പൂർവാഞ്ചൽ എന്ന് പറയുന്ന രീതിയിലുള്ള ഈ പൂർവ്വദിക്കിലുള്ള കിഴക്ക് ദിക്കിലുള്ള ഈ മലനിരകൾ ഈ രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾ ഏറ്റവും അധികം എന്താണ് ശ്രദ്ധിക്കേണ്ട 3 ഇടങ്ങൾ ഏതാണ്, ഗാരോ, ഖാസി, ജൈൻഷാ ഹില്ലുകളാണ്. മേഘാലയയിലെ ഒരുപാട് തവണ ഈ മേഘാലയയിലെ ഈ ഹിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ 3 ഹിൽസുമായി ബന്ധപ്പെട്ട് പല തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അവ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ, സംശയങ്ങളില്ല എന്ന് വിചാരിക്കുന്നു. പൂർവാഞ്ചലിൻ്റെ ഏതാണ്ടൊരു പിക്ചർ മാപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നും വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, പ്ലാന്റ് വെറൈറ്റീസ് ലൈക്ക് ബാംബു,
എപ്പിഫൈറ്റ്സ്, എയ്നി, സെമുൾ, ഗ്യൂട്ടൽ ആൻഡ് മുണ്ടെയിൻ ആർ ഫോണ്ട് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഇന്ത്യൻ ഫോറസ്റ്റ്? ഇതാണ് ചോദ്യം. വളരെ ശ്രദ്ധിച്ച് കൂട്ടുകാരെന്ത് ചെയ്യുക, ഒരു തവണ കൂടി എന്ത് ചെയ്യുക, അതേ ഭാഗം എന്ത് ചെയ്യുക, ഒന്നുകൂടി വായിക്കാൻ ശ്രമിക്കൂ. കൃത്യമായിട്ട് ഞാൻ എന്താണ് നമുക്ക് അതിൻ്റെ ആൻസർ ഒന്നുകൂടി നമുക്ക് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നത്? പ്രധാനമായിട്ടും എന്താണ്, കുറച്ച് വളരെ പ്രധാനപ്പെട്ട ചില എന്ത് തന്നിട്ടുണ്ട്, പ്ലാന്റുകളുടെ പേര് വന്നിട്ടുണ്ട് അല്ലേ. എന്നിട്ട് ഏത് ടൈപ്പ് ഓഫ് ഇന്ത്യൻ ഫോറസ്റ്റ് ആണ്, ഏത് ടൈപ്പ് ഓഫ് ഇന്ത്യൻ ഫോറസ്റ്റിലാണ് ഇവയെല്ലാം കാണുക എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ, നമ്മൾ വളരെ കൃത്യമായിട്ട് എന്താണ്, നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ട് നമ്മുടെ ക്ലാസ്സിൽ അല്ലേ, ഓരോരോ ഫോറസ്റ്റ് ടൈപ്പിനെ കുറിച്ച് പഠിക്കുമ്പോഴും, എവർഗ്രീനിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത്, ഡെസിഡിയസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത്, ആൽപൈൻ ഫോറസ്റ്റിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത്, മൊണ്ടൈൻ ടൈപ്പിനെ കുറിച്ച് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അവിടെയുള്ള പ്രധാനപ്പെട്ട ഫോറസ്റ്റ് ടൈപ്പ്, അവിടെ വരുന്ന പ്രധാനപ്പെട്ട സസ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രത്യേകം പറഞ്ഞു പോയിട്ടുണ്ട്. ബാംബു, എപ്പിഫൈറ്റ്സ്, ഏനി, സെമുള്, ഗ്യൂട്ടൽ ഇവയൊക്കെ എവിടെയായിരിക്കും? എപ്പിഫൈറ്റ്സും ഏനിയും കണ്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ഓർക്കാൻ പറ്റണം ഏതാണ് അത് മോയിസ്റ്റ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആണ് എന്ന കാര്യം നമ്മൾ ആലോചിക്കാൻ പറ്റണം. ഏതാണ് മോയിസ്റ്റ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ്? ഡ്രൈ ട്രോപ്പിക്കൽ ഫോറസ്റ്റിലെ എപ്പിഫൈറ്റ്സുകളുടെ വളർച്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? സാധ്യത കുറവാണ്. മോണ്ടെയിൻ ടൈപ്പിലാണോ ഈ എപ്പിഫൈറ്റ്സും മറ്റും വളരുക? തീർച്ചയായിട്ടുമല്ല. ആൽപൈനിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്, ഉയർന്ന രീതിയിലുള്ള ആൽപൈൻ, ബിർച്ച് അല്ലേ, അത്തരത്തിലുള്ള എന്താ പറയുക, ചെടികളും ഫിറുകൾ, അതുപോലെ തന്നെ ബിർച്ച് ഇവയൊക്കെ വളർന്ന ആൽപൈൻ ഫോറസ്റ്റിലാണോ കാണാൻ പറ്റുക? എയ്നി ഒക്കെ അവിടെ ഉണ്ടാവുമോ? എയ്നി അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതിൽ തന്നിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ചെടികളെക്കുറിച്ച് ഓരോന്നിലേക്കും കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവസാനം മോയിസ്റ്റ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. ഈ മോയിസ്റ്റ് ട്രോപ്പിക്കൽ ഫോറസ്റ്റുകൾ എന്നത് ഏത് പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്? എവർഗ്രീൻ ഫോറസ്റ്റുകൾ എന്ന പേരിൽ കൂടി അറിയപ്പെടാറുണ്ട് അല്ലേ. എവർഗ്രീൻ ഫോറസ്റ്റുകൾ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നവയാണ് ഏത്? ട്രോപ്പിക്കൽ ഏരിയയിലെ മോയിസ്റ്റ് ഫോറസ്റ്റുകൾ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഒന്ന് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നിരിക്കുന്നത്, മോയിസ്റ്റ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്നെന്താണ് ഒന്ന് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുക. അത് എവർഗ്രീൻ തന്നെയാണെന്ന് നിങ്ങൾക്ക് ആ പേരിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഊഹിക്കണം. എവർഗ്രീൻ്റെ പ്രത്യേകത എന്താ? ഒരു 20 മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള സ്ഥിരമായിട്ടുള്ള ടെമ്പറേച്ചർ ഉണ്ടാകും അല്ലേ. അതുപോലെ തന്നെ റെയിൻഫാൾ എങ്ങനെയായിരിക്കും? ഹൈ റെയിൻഫാൾ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇവ ഒരു എവർഗ്രീൻ ഷെയ്ഡുള്ള കാടുകളാണ്. അതായത് എല്ലാ ഇലകളും കൂടി ഒരേ സമയം എന്താണ്, പൊഴിയില്ല അല്ലേ. ഇലകൾ എപ്പോഴും പച്ചയായിട്ട് അവിടെ ഉണ്ടാവും. അതിൽ കുറച്ച് ഇലകൾ ഇങ്ങനെ കൊഴിയും, അപ്പോൾ പുതിയ ഇലകൾ വരും. അല്ലാണ്ട് കംപ്ലീറ്റ് ഇലകൾ മുഴുവൻ കൊഴിച്ചുകൊണ്ട് മരങ്ങൾ ഇങ്ങനെ നഗ്നമായി നിൽക്കുന്ന ഒരു എന്താ പറയുക, ഒരു സീസൺ ഇവിടെ ഇല്ല. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? ഈ മരങ്ങൾ നോക്കൂ, ഈ മരങ്ങളും അതേ പ്രത്യേകതയുള്ളവയല്ലേ ഇവയെല്ലാം. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, കണക്ട് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഇവ ഓരോന്നും എന്താണ്, ഈ ഓരോരോ ബാംബു ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എപ്പിഫൈറ്റ്സ് ആണെന്ന്. എപ്പിഫൈറ്റ്സ് എന്താ കൂട്ടുകാർ? എന്താണ് അടിസ്ഥാനമായിട്ട് എപ്പിഫൈറ്റ്സ് എന്താ? അത് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക്? എപ്പിഫൈറ്റ്സ് അടിസ്ഥാനപരമായിട്ട് എന്താ, വേറൊരു മരത്തിൻ്റെ മുകളിൽ കൂടെ എന്താണ് കയറി വളരുന്നവയാണ് എപ്പിഫൈറ്റ്സ് അല്ലേ. പക്ഷേ അവ എന്താണ്, ആ മരത്തിന് ഉപദ്രവമൊന്നും ഉണ്ടാക്കില്ല എപ്പിഫൈറ്റ്സ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അവ എന്ത് ചെയ്യുന്നുണ്ട്, അവ വായുവിൽ നിന്നും അല്ലെങ്കിൽ ബാക്കിയുള്ള വെള്ളത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കും അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് വലിച്ചെടുക്കുക. അല്ലാണ്ട് അത് വളരുന്ന ചെടിയെ എപ്പിഫൈറ്റ്സ് എന്ത് ചെയ്യില്ല, ഉപദ്രവിക്കില്ല. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? വളരെ എന്താ പറയുക, ആരോഗ്യകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ബന്ധമാണ് രണ്ടുപേർക്കും തമ്മിലുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം, വിച്ച് ടണൽ, എന്താണ് ചോദ്യം? വിച്ച് ടണൽ has been built with ultra modern specifications in the Pir Panjal range of the Himalayas at an altitude of 3000 meters above the mean sea level. 3000, നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 3000 അടി മുകളിലായിട്ട് പീർ പഞ്ചൽ റേഞ്ചിൽ വളരെ പുതിയ മോഡേൺ സ്പെസിഫിക്കേഷൻസ് കൂടിയിട്ട് ഏത് ഏത് ടണലാണ് നിർമ്മിക്കപ്പെട്ടത് എന്നതാണ് നമ്മുടെ ചോദ്യം വരുന്നത്. ഓപ്ഷൻസിൽ ജവഹർ ടണലുണ്ട്, ശ്യാം പ്രസാദ് മുഖർജി ടണലുണ്ട്, ബദൻ ടണലുണ്ട്, അതുപോലെ തന്നെ അടൽ ടണലുമുണ്ട്. ഏതാണ് കൂട്ടുകാരെ, ഏതാണെന്നാണ് കൂട്ടുകാർക്ക് തോന്നുന്നത്? ആൻസർ തീർച്ചയായിട്ടും അടൽ ടണലാണ് അല്ലേ. ഏതാണ്? അടൽ ടണലാണ്. ഈ അടൽ ടണൽ ഏതാണ്ട് ഏതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് കിടക്കുന്നത്? വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ റോത്താങ് പാസ് ഉണ്ട്. ഏതാണ്? റോത്താങ് പാസിന് കീഴിലായിട്ടാണ് ഏത് കിടക്കുന്നത്? അടൽ ടണൽ കിടക്കുന്നത്. അടൽ ടണലിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് ഏതാണ്ട് 9.02 കിലോമീറ്ററോളം നീളം വരുന്ന 9.02 കിലോമീറ്റർ വരുന്ന ലോങ്ങസ്റ്റ് ഹൈവേ ടണലാണത്. ലോങ്ങസ്റ്റ്
ഹൈവേ, പ്രത്യേകം ആലോചിക്കുക, ഹൈവേ റോഡുള്ള ലോങ്ങസ്റ്റ് ടണലാണ് ഏത്? ഈ നമ്മളുടെ അടൽ ടണൽ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അത് വളരെ കൃത്യമായിട്ട് കൂട്ടുകാർ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് 3000 അടി മുകളിലുള്ള ഈ ഒരു പീർപഞ്ചൽ റേഞ്ചിൽ കിടക്കുന്ന ഈ ഒരു ടണൽ. റോത്താങ് പാസിൻ്റെ അരികിലായിട്ടാണ്, താഴെയായിട്ടാണ് അടൽ ടണൽ എന്ന കാര്യം കൂടി കൂട്ടുകാർ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ശ്യാം പ്രസാദ് മുഖർജി ടണലും ഈ അടുത്തായിട്ട് പലപ്പോഴും പല ചോദ്യങ്ങളിലും അല്ലെങ്കിൽ ഇടങ്ങളിലും വന്നിരുന്നു. ശ്യാം പ്രസാദ് മുഖർജി ടണലിൻ്റെ വേറൊരു പേര് എന്ന് പറയുന്നത് ചെനാനി നെഹ്രി ടണൽ എന്നാണ്. ഏതാണ്? ചെനാനി നെഹ്രി ടണൽ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന റോഡ് ടണൽ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ശ്യാം പ്രസാദ് മുഖർജി ടണലാണ് എന്ന കാര്യം ആലോചിക്കുക. എവിടെയാണത് കിടക്കുന്നത്? ജമ്മു ആൻഡ് കാശ്മീരിലാണത് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അതുപോലെ തന്നെ പീർപഞ്ചൽ ടണലുണ്ട്. ഏതാണ്? പീർപഞ്ചൽ ടണൽ എന്ന് പറയും. ഈ പീർപഞ്ചൽ ടണൽ അടിസ്ഥാനപരമായിട്ട് ബനിഹാളില്ലേ, ഇതൊരു പീർപഞ്ചൽ ടണൽ എന്ന് പറയുന്നത് ഒരു റെയിൽവേ ടണലാണ്. മറ്റേതൊക്കെ റോഡല്ലേ, ഇതെന്താണ്? ഇതൊരു റെയിൽവേ ടണലാണ്. ഏത്? പീർപഞ്ചൽ ടണൽ എന്ന് പറയുന്നത് 11.2 കിലോമീറ്റർ നീളമുള്ള ഒരു റെയിൽവേ ടണലാണ്. ഏത്? പീർപഞ്ചൽ എന്ന് പറയുന്നത്, പീർപഞ്ചൽ ടണൽ എന്ന് പറയുന്നത്. ഇത് ബനിഹാളിനെയാണ് കണക്ട് ചെയ്യുന്നത്. ഈ ടണലുകളുടെയൊക്കെ അടിസ്ഥാനപരമായ ഉദ്ദേശം എന്താ? എല്ലാ മഞ്ഞ് പെയ്യുന്ന കാലഘട്ടത്തിലും വണ്ടികൾക്ക് പോകാൻ പറ്റണം. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? എന്താണ് അവരുടെ ഉദ്ദേശം എന്ന കാര്യം കൂട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതെന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? കൂട്ടുകാർ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ബനിഹാളിനെ ഗ്വാസി ഗുണ്ടുമായിട്ടാണെന്ന് തോന്നുന്നു. ഗ്വാസി, എനിക്ക് കറക്റ്റായിട്ട് പേര് ഓർമ്മ കിട്ടുന്നില്ല. ഗ്വാസി ഗുണ്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒന്നാണ് ഏത്? ഈ ഒരു പീർപഞ്ചൽ ടണലുള്ളത്. പിന്നെ നമ്മുടെ ജവഹർ ടണലുണ്ട്. ജവഹർ ടണൽ ഇപ്പോൾ ബനിഹാൾ ടണൽ എന്ന പേരിലും എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നത്. ബനിഹാൾ ടണൽ എന്ന പേരിൽ കൂടി ഏത് അറിയപ്പെടുന്നുണ്ട്? ജവഹർ ടണൽ അറിയപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അപ്പോൾ പ്രധാനപ്പെട്ട മൗണ്ടെയിൻ പാസുകൾ, അതുപോലെ തന്നെ ഏതാണ് ടണലുകൾ തുടങ്ങിയവയും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹിൽസ് ഈസ് പാർട്ട് ഓഫ് വെസ്റ്റേൺ ഗാർഡ്സ്? വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ളൊരു ചോദ്യമായിരിക്കും ഇത്, അല്ലേ? ഏതൊക്കെയാണ്? നോക്കൂ. ഖാസി ഹിൽസ് ആണോ? അല്ല. ജൈൻഷ്യ ഹിൽസ് ആണോ? അല്ല. ഗാരോ ഹിൽസ് ആണോ? അല്ല. നമ്മളിപ്പോൾ മേഘാലയയുടെ ഭാഗമാണ് ഇത് മൂന്നും എന്ന് കണ്ടതേ ഉള്ളൂ, അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഏതാണ്? ആനമല ഹിൽസ് ആണ് വെസ്റ്റേൺ ഗാർഡ്സിലുള്ളത് എന്ന് കേരളത്തിലെ ഓരോരോ കുട്ടികൾക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അടുത്തത്, അക്കോർഡിംഗ് ടു കോയിപ്പൻ സ്കീം വിച്ച് ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ലെറ്റർ ഇ ഇൻ ഇന്ത്യ? നമുക്കറിയാം അല്ലേ, കോയിപ്പൻ സ്കീമുണ്ട് അല്ലേ? അപ്പോൾ ക്ലൈമറ്റ് സ്കീമാണ്, പല രീതിയിലുള്ളതുണ്ട്. അപ്പോൾ ട്രോപ്പിക്കൽ സവാനയാണോ സൂചിപ്പിക്കുന്നത്? ഹോട്ട് ഡെസേർട്ട് ആണോ സൂചിപ്പിക്കുന്നത്? മൺസൂൺ വിത്ത് ഡ്രൈ സമ്മർ ആണോ സൂചിപ്പിക്കുന്നത്? പോളാർ ടൈപ്പിനെയാണോ സൂചിപ്പിക്കുന്നത്? ഇത് നിങ്ങൾക്ക് ആ മാപ്പ് വളരെ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രം ആൻസർ എഴുതാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ആ മാപ്പ് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി പോവുക. ഈ അടുത്തായിട്ട് കോയിപ്പൻ സ്കീമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് വന്ന് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം മാപ്പ് തന്നെ എടുത്ത് കൊടുക്കുന്നത്. നോക്കൂ, ഇവിടെ CW ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഏരിയ ഏതാണ്? ഈ CWG എന്ന് പറയുന്നതാണ്. അതേതാണ്? മൺസൂൺ ടൈപ്പ് വിത്ത് ഡ്രൈ വിൻ്റർ ആണ് CWG വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ട്രോപ്പിക്കൽ സവാന ടൈപ്പാണ് ഏത്? ഈ AW എന്ന് പറയുന്നത്. കാരണം ഇതിൽ A ഒന്നിനെയാണ് സൂചിപ്പിക്കുന്നത്, W വേറൊന്നിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ട്രോപ്പിക്കലായിരിക്കും A വരുന്നത്, സവാന ടൈപ്പ് ആയിരിക്കും W വരുന്നത്. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോന്നും ഓരോ അക്ഷരത്തിനും എന്താണ്? ഓരോ അർത്ഥമുണ്ട്. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്? അപ്പോൾ നിങ്ങൾ ആ ലിസ്റ്റ് എടുത്ത് നോക്കുക. നമുക്കിവിടെ മൊത്തം ഒരു തിയറി ക്ലാസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ആ ഭാഗം ഇപ്പോൾ നോക്കൂ, AMW നിങ്ങൾ നോക്കി നോക്കൂ. AMW ഏതാണ്? മൺസൂൺ ടൈപ്പാണ് വിത്ത് എന്താണ്? ഷോർട്ട് ഡ്രൈ സീസൺ. മൺസൂൺ ടൈപ്പ് വിത്ത് ഏതാണ്? ഷോർട്ട് ഡ്രൈ സീസണാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അതെന്ത് ചെയ്യുക? കൃത്യമായിട്ട് കൂട്ടുകാരങ്ങനെ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക കൃത്യമായിട്ട്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഈ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? ഈ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് എന്ത് ചെയ്യുന്നത്? ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഏതായിരുന്നു? പോളാർ ടൈപ്പ്. മനസ്സിലാവുന്നുണ്ടോ? ഏതാണ്? പോളാർ ടൈപ്പിനെ സൂചിപ്പിക്കാനാണ് ഈ ലെറ്റർ ഉപയോഗിക്കുന്നത് എന്ന് എന്ത് ചെയ്യുക? കൂട്ടുകാർ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഏതാണ് ആൻസർ? 4 പോളാർ ടൈപ്പിനെ സൂചിപ്പിക്കാനാണ് ഈ ലെറ്റർ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. കോയിപ്പൻ സ്കീമിലെ ഈ ഇന്ത്യയിൽ ഏതാണ്? പോളാർ ടൈപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായ കൂട്ടുകാർക്ക്? അപ്പോൾ ഇതിൽ ഓരോന്നും എന്ത് ചെയ്യുക? മനസ്സിലാക്കാനായിട്ട് കൂട്ടുകാർ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നോക്കൂ, സ്റ്റെപ്പ് എ ക്ലൈമറ്റിൽ തരുന്നുണ്ട്. മൺസൂൺ വിത്ത് ഡ്രൈ സീസൺ ഇൻ സമ്മർ തരുന്നുണ്ട്. മൺസൂൺ ടൈപ്പ് വിത്ത് ഷോർട്ട് ഡ്രൈ സീസൺ ഉണ്ട്. മൺസൂൺ ടൈപ്പ് വിത്ത് ഡ്രൈ വിൻ്റർ ഉണ്ട്. ഹോട്ട് ഡെസേർട്ട് ഉണ്ട്. പോളാർ ടൈപ്പ് ഉണ്ട്. തുന്ദ്ര ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇവ ഓരോന്നും എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. ഷോർട്ടായിട്ടുള്ള സാധനങ്ങളായിരിക്കും അധികവും ചോദിക്കാൻ സാധ്യത. അപ്പോൾ AW ചോദിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ചോദിച്ചു, ET ചിലപ്പോൾ ചോദിക്കാം, AS ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക? ഇത്തരം ഷോർട്ട് സാധനങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ഒന്ന് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം എന്താണ്? ദ ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ കണക്ട്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റീസ്? നമ്മൾ വളരെ കൃത്യമായി ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു?
ഇതിൻ്റെ ഉത്തരം പറഞ്ഞുകൊണ്ടാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓപ്ഷൻസ് ചർച്ച ചെയ്യുന്നത്. കാരണം ഒരു തവണ ഓപ്ഷൻ ചർച്ച ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് പല ക്വസ്റ്റ്യൻസിലേക്കും എന്താണ് ആ ഓപ്ഷനിലെ തന്നെ ക്വസ്റ്റ്യൻ തിരിച്ചിട്ട് ചോദിച്ചിരിക്കുകയായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ വളരെ വ്യക്തമായി കണ്ടിട്ടുണ്ട് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ എന്ന് പറയുന്നത് എന്തിനെയാണ് കണക്ട് ചെയ്യുന്നത്? സിൽച്ചാറിനെ പോർബന്ദറുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. സിൽച്ചാർ എവിടെയാണ്? ആസാമിലാണ്. ആസാമിലെ സിൽച്ചാറിനെ ഗുജറാത്തിലെ പോർബന്ദറുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ. അത് NH ഏതായിരുന്നു? NH 27 ആയിരുന്നു എന്ന കാര്യവും നമ്മൾ കണ്ടു. നോർത്ത് സൗത്ത് കോറിഡോർ ഏതായിരുന്നു? അത് NH 44 ആയിരുന്നു എന്ന കാര്യവും നമ്മൾ കണ്ടു. ഇത് രണ്ടും കൂടിയിട്ട് കൂട്ടിമുട്ടുന്ന സ്ഥലം ഏതായിരുന്നു? അത് ഝാൻസിയാണ് എന്ന കാര്യവും നമ്മൾ കാണുകയുണ്ടായി. ഓക്കെ ആണല്ലോ, സംശയങ്ങളില്ലല്ലോ ആ ഭാഗത്ത്. എഗെയിൻ അപ്പോൾ നമ്മളൊന്നുകൂടി റിവൈസ് ചെയ്തിരിക്കുന്നു. ഇനി ദ സെൻറ്റർ ഓഫ് എ സൈക്ലോൺ ഈസ് എ കാം ഏരിയ. ഇറ്റ് ഈസ് കോൾഡ് ദ ഡാഷ് ഓഫ് ദ സ്റ്റോം. ഏതാണ് കൂട്ടുകാരെ? ഏതാണത്? ഐ ഓഫ് ദ സ്റ്റോം അല്ലേ? നമുക്കറിയാം ട്രോപ്പിക്കൽ സൈക്ലോണിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ട്രോപ്പിക്കൽ സൈക്ലോൺ നമ്മൾ പലപ്പോഴും എന്താണ് മുകളിൽ നിന്നുള്ള ഇങ്ങനെ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ, ഇങ്ങനെ ട്രോപ്പിക് സൈക്ലോൺ ഇങ്ങനെ കറങ്ങുന്നൊരു സാധനമായിട്ട് ഇങ്ങനെ കുറേ മേഘങ്ങളൊക്കെ കിടക്കുന്ന പോലെ ഇങ്ങനൊരു ഷേപ്പിലാണ് കാണുക അല്ലേ. അതിൻ്റെ നടുക്ക് നമുക്കൊരു വട്ടം പോലൊരു ഭാഗം കാണാൻ പറ്റും. ശരിക്കും ഈ വട്ടത്തിനുള്ളിൽ എന്താണ് ഭയങ്കര കാമായിട്ടുള്ള ഏരിയ. ഇതിൻ്റെ ചുറ്റും പോയി കഴിഞ്ഞാൽ പറന്ന് അടിച്ച് പോയി കളയും. ഇതിൻ്റെ നടുക്ക് സെൻറ്റർ ഒരു കാം ഏരിയയാണ്. ഈ കാം ഏരിയ അറിയപ്പെടുന്നത് നമ്മളുടെ സൈക്ലോണിൻ്റെ ഐ എന്ന പേരിലാണ് ഈ കാം ഏരിയ അറിയപ്പെടുന്നത് എന്ന കാര്യം ചെയ്യുക കൂട്ടുകാർ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ സെൻറ്റർ ഓഫ് ദ സൈക്ലോൺ ഈസ് എ കാം ഏരിയ. ഇറ്റ് ഈസ് കോൾഡ് ദ ഡാഷ് ഓഫ് ദ സ്റ്റോം. ഏതാണ്? ഐ ഓഫ് ദ സ്റ്റോം എന്ന പേരിലാണത് അറിയപ്പെടുന്നത്. വളരെ റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് 2019 വാട്ട് ഈസ് ദ ടോട്ടൽ ഫോറസ്റ്റ് കവർ ഇൻ ഇന്ത്യ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഈ ക്വസ്റ്റൻ എടുക്കുന്നേ ഇല്ല, കാരണം 2019 കഴിഞ്ഞു. ഇപ്പോൾ 2021 ഡേറ്റ നമുക്ക് അവൈലബിൾ ആണ്. ഈ 2021 ഡേറ്റ അനുസരിച്ചുള്ള കുറച്ച് ഡേറ്റ ഞാൻ വേഗം കൂട്ടുകാരോട് പറയാം. ടോട്ടൽ ഫോറസ്റ്റ് കവർ 2021 അനുസരിച്ച് 21.71% ഏത് ഈ ചോദിച്ചിരിക്കുന്ന ടോട്ടൽ ഫോറസ്റ്റ് കവർ 21.71%. ടോട്ടലായിട്ടുള്ള ട്രീ കവർ എന്ന് പറയുന്നത് 2021 പ്രകാരം 2.91%. അതായത് ഒരു ഹെക്ടറിൻ്റെ മുകളിലുള്ള വരുന്ന സമയത്താണ് ഏത് ഫോറസ്റ്റ് ആയിട്ട് കണക്കാക്കുക. അതിന് താഴെയുള്ളത് ട്രീ കവറായിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഏറ്റവും അധികം ലാർജസ്റ്റ് ഏരിയ കാടുള്ളത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് അരുണാചൽ പ്രദേശിലാണ് ഏറ്റവും അധികം കാടുള്ളത്, ഏരിയ വൈസാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ഛത്തീസ്ഗഡിലാണ്. അതിനുശേഷം എവിടെയാണ്? ഒഡീഷയിലാണ്. അതിനുശേഷം മഹാരാഷ്ട്രയിലാണുള്ളത്. ഇതാണ് ഏത് ഏറ്റവും അധികം കാടുള്ളത്? മധ്യപ്രദേശ്. ഈ ഒരു ഓർഡറിലാണ് താഴത്തേക്ക് പോകുന്നത്. ഇനി ഒരു സംസ്ഥാനത്തിലെ പെർസെൻറ്റേജ് വൈസ്, ഒരു സംസ്ഥാനത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് കാട് കൊണ്ട് കവേർഡ് ആണ്, പെർസെൻറ്റേജ് വൈസ് നോക്കുന്ന സമയത്ത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ആയിട്ടുള്ള മിസോറാമിലാണ് ആ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും അധികം പെർസെൻറ്റേജ് കാടാണ്. അതിനുശേഷം സെക്കൻഡ് വരുന്നത് ഏതാണ്? അരുണാചൽ പ്രദേശ് തന്നെയാണ്. അതിനുശേഷം തേർഡ് പൊസിഷനിലേക്ക് വരുന്നത് മേഘാലയയാണ്. മേഘാലയ കഴിഞ്ഞാൽ പിന്നെ മണിപ്പൂരാണ്. അത് കഴിഞ്ഞിട്ട് നാഗാലാൻഡാണ് വരുന്നത്. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇത് ഒരു സംസ്ഥാനത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് കാടാണ്, അതിൽ ഏറ്റവും അധികം പെർസെൻറ്റേജ് ഒരു സംസ്ഥാനത്തിൽ കാടുള്ളത് മിസോറാമിലാണ്. ഇതൊക്കെ ചെറിയ സംസ്ഥാനങ്ങളാണ്, നോർത്ത് ഈസ്റ്റ് ആണ് അല്ലേ. അതുകൊണ്ട് അവർക്ക് എന്തായിരിക്കും സ്വാഭാവികമായിട്ടൊരു മുൻകൈ ഉണ്ട് അതിൽ. ഇനി മൊത്തം ഏരിയ വൈസ്, സംസ്ഥാനങ്ങളിൽ ഏരിയ വൈസ് മൊത്തം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഏരിയ കാടായിട്ടുള്ളത് ആരുടെയിലാണെന്ന് നോക്കുമ്പോൾ എന്താണ്? മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഏരിയ കാടായിട്ടുള്ളത്. പിന്നെ അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, മഹാരാഷ്ട്ര എന്നിങ്ങനെ എന്താണ് ചെയ്യുന്നത് പോകുന്നത്. ലാസ്റ്റ് കണക്ക് പ്രകാരം 1540 സ്ക്വയർ കിലോമീറ്റർ 2021 കണക്കാണ് പറയുന്നത്. കാട് എന്ത് ചെയ്യുന്നുണ്ട്? ഫോറസ്റ്റ് കവറേജ് നമ്മുടെ കയ്യിൽ കൂടിയിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ തവണത്തെ കണക്ക് പ്രകാരം നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. പുതിയ കണക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? കൂട്ടുകാരെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ പാർട്ടിലൊക്കെ ചർച്ച ചെയ്യുന്നത്. അടുത്ത പാർട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഉടനെ തന്നെ ചർച്ച ചെയ്യാം.